പ്രൈസ് ദി ലോർഡ്. എൻ്റെ ആരംഭത്തിൽ തന്നെ പ്രിയ ദൈവമക്കളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. ശബ്ദത്തിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. നേരത്തെ കർത്താവിന്റെ ദാസി പറഞ്ഞതുപോലെ നമ്മുടെ ബലഹീനതയിൽ തുണ നിൽക്കുന്ന ഒരു കർത്താവ് നമ്മുടെ ശാരീരിക ക്ലേശങ്ങളൊന്നും കർത്താവിന്റെ പ്രവൃത്തിക്ക് തടസ്സമാക്കിയല്ല. രാത്രികാലവും പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവമായിട്ട് എന്റെ ജീവിതത്തിൽ ഒരുക്കുന്ന അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മോത്തപ്പെടുത്തുന്നു. ഇതിലേക്ക് എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ശ്രേഷ്ഠദാസി ബീന സിസ്റ്ററിനോടുള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. ഇത് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഈ തരുണത്തിൽ അറിയിക്കുന്നു. രാത്രികാലം സ്വർഗത്തിന്റെ ദൈവത്തിന്റെ സന്നിധാനമായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുമിച്ച് കർത്താവിന്റെ അനുഗ്രഹങ്ങളും വിടുതലുകളും കർത്താവിനോട് അടുക്കുവാൻ, കർത്താവിന്റെ സ്നേഹത്തെ ആഴമായിട്ട് ഒന്നുകൂടിയൊക്കെ രുചിച്ചറിയുവാൻ ഈ രാത്രികാലം ദൈവം നമ്മെ ഒരുക്കട്ടെ. എത്ര പേര് രാത്രികാലം കർത്താവിന്റെ സല്ലായിരിക്കുമ്പോൾ സന്തോഷത്തോടെ ആയിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഈ വർഷത്തിന്റെ ആരംഭം തുടങ്ങിയിട്ട് 2ാം മാസത്തിന്റെ ഏകദേശം പകുതി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലും 20 ദിവസമായി നമ്മെ ദൈവം തമ്പുരെ കാത്തു പരിപാലിച്ചു. സ്തോത്രം. നമുക്കറിയാം, അനേകം പേർ പെട്ടെന്ന് ഇരിക്കുന്ന ഇരിപ്പിൽ പലവിധ രോഗത്താലും ഈ ലോകത്തൊന്നും മാറ്റപ്പെടുമ്പോൾ, പലവിധ ആപത്തിലും അപകടങ്ങളൊക്കെ പെടുമ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി എൻ്റെ യേശുപ്പച്ചനെ ആരാധിക്കാൻ സൂം പ്ലാറ്റ്ഫോമിലായിരുന്നാലും നമുക്ക് മുഖാമുഖമായി കണ്ട് സന്തോഷിപ്പാനൊക്കെയും ദൈവം തന്ന നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം. ഹല്ലേലൂയ. ഈ രാത്രികാലം ദൈവസന്നിലെ പ്രാർത്ഥനയോടെ ആയിരിക്കുക. ഇന്നത്തെ ചിന്തയ്ക്കായി തെരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചന വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം. യേശു അവരെ നോക്കി, അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിൽ ദൈവത്തിന് സകലവും സാധ്യം എന്ന് പറഞ്ഞു. വായിച്ച തിരുവചനത്തിന് മുമ്പാക്കി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. ഒത്തിരി നമ്മൾ കേട്ട ഒരു മെസ്സേജ് ആയിരിക്കും. ദൈവത്തിന് അസാധ്യമായിട്ടുള്ളതൊന്നുമില്ല എന്നൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ രാത്രികാലം പ്രിയ ദൈവമക്കളെ, ഈ രാത്രികാലം ദൈവത്തിന്റെ വചനം വീണ്ടും ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് എവിടെയൊക്കെ അസാധ്യമായി കിടക്കുന്ന ചില വിഷയങ്ങൾ ഈ രാത്രികാലം സാധ്യമാകുവാനായിട്ടിടയെ തരും. മനുഷ്യർ അസാധ്യമെന്ന് പറഞ്ഞത്, സ്തോത്രം, മെഡിക്കൽ റിപ്പോർട്ട് അസാധ്യമെന്ന് പറഞ്ഞത്, ലോകം അസാധ്യമെന്ന് പറഞ്ഞ ചില വിഷയങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന അരുമരക്ഷകന്റെ സാന്നിധ്യം, അരുമരക്ഷകന്റെ കൃപ, ഹല്ലേലൂയ, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ രാത്രികാലം നമ്മുടെ മേൽ വ്യാപരിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അങ്ങനെയൊക്കെ നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. അന്യഭാഷ അടയാളം ലഭിച്ചവർ അല്പസമയം ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാക്കട്ടെ. ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരട്ടെ. നാം സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, മഹത്വപൂർണനായിരിക്കുന്ന കർത്താവ് തന്റെ മഹത്വത്തോടു കൂടി നമ്മുടെ മധ്യ ഇറങ്ങി വരുവാനായിട്ട് ഇടയായി തീരുക. നമ്മുടെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല. ഹല്ലേലൂയ. യേശുവിന്റെ ദൈവം, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഈ രാത്രികൾ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഭാരമേറിയ വിഷയങ്ങളിൽ ഇടപെടേണ്ടതിനായിട്ട് നമ്മുടെ ആത്മീയത്തിലും ഭൗതികത്തിലും നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ നടുവേ എന്റെ കർത്താവിന്റെ സാധ്യം ആക്കുന്ന ദൈവത്തിന്റെ കരം ചലിക്കേണ്ടതിനായിട്ട് ഹല്ലേലൂയ, രാത്രികാലം നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ ഹൃദയത്തെ മനസ്സിനെ കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. ആര് ദൈവവചനത്തിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടുന്നോ അവർക്ക് വേണ്ടിയ കർത്താവ് പ്രവർത്തിക്കുന്നത്. ആരത് വിശ്വാസത്തോട് ഏറ്റെടുക്കുമ്പോൾ തയ്യാറാക്കുന്നുവോ അവർക്ക് വേണ്ടിയ കർത്താവിന്റെ കരം ചലിക്കുന്ന. സ്തോത്ര. എങ്ങനെയും ഇരുന്ന് പോകുന്നവർക്ക് വേണ്ടിയല്ല. സ്തോത്ര. ഹല്ലേലൂയ. ഇത് എന്നോടുള്ള ദൈവശബ്ദമാണ്. ആ വചനത്തെ നാം റിസീവ് ചെയ്യുമ്പോൾ നമ്മുടെ എവിടെയാണ് സാധ്യമായി തീരുവാൻ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കേണ്ടത് അവിടേക്ക് വ്യാപരിക്കുവാനായിട്ട് ഇടയത്തിനും. കാരണം ദൈവത്തിന്റെ വചനം ജീവനുള്ള വചനമത്രേ. ചുറ്റികയാകുന്നു, പാറയെ തകർക്കുന്ന ചുറ്റികയാകുന്ന ദൈവത്തിന്റെ വചന, അത് ഇരുവായ്ത്തലയുള്ള മൂർച്ചയുള്ള വാളാകുന്ന ദൈവത്തിന്റെ വചന, സന്ധ്യമഞ്ചുകളെ തുളച്ചു കയറുന്ന ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. ഈ രാത്രികാലം പ്രിയ ദൈവമക്കളെ, നമ്മുടെ അസാധ്യമായിരിക്കുന്ന മേഖലകളിലേക്ക് തുളച്ചു കയറേണ്ടതിനായിട്ട്, സ്തോത്രം, നമ്മുടെ നിരാശകളെ മാറ്റിക്കളയാം. നമ്മുടെ സ്തോത്രം അവിശ്വാസത്തിന്റെ തലങ്ങളെ വിട്ടുകളഞ്ഞിട്ട് അപ്പൊ ആ വചനത്തിന് മുമ്പാകെ എന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. ഓ റബല റസഖ റബ സെഖേലെ കേലെ കേലദര കാലമറ സോഖോറബ അദഖാല മറ സൊലോകെ ലേകെ ലദരെ കേ ലബറ ജലദര ദിരദര ദിഖാലബ ഉഡാനദരെ കേ ലമസലെ കേ റൈകെ ലബറ ജലദര ദിഖേ ലബഖാലദര. പരിശുദ്ധ പിതാവേ, രാത്രികാലം ഞങ്ങളെ തന്നെ മുറ്റുമായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ,
പരിശുദ്ധാത്മാവെ, ഈ ശുശ്രൂഷയിലേക്ക് പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായിട്ട് ഞങ്ങൾ അനുവദിക്കുന്നു കർത്താവേ. ഇവിടെ ഒരു മാനുഷികമായ വാക്കുകളോ പ്രവൃത്തികളോ ചലിക്കണ്ട. സ്വർഗത്തിന് ചെയ്തെടുക്കേണ്ടത് ഈ രാത്രികാലം ചെയ്യേണ്ടതിനായിട്ട് ഈ രാത്രികാലം ഞങ്ങളെ തന്നെ പൂർണ്ണമായി കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, ഓരോ വാക്കും ജനത്തിന്റെ മേൽ വലിയ വിടുതലായി തീരുക, ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരുക. സ്വർഗം വലിയവ ഇടയാക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരത്തോടും പ്രയാസത്തോടും ഇരിക്കുന്ന ജനത്തിന്റെ മേൽ അതിശക്തമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം, ഹല്ലേലൂയ, അതേ സ്തോത്രം, പാറയെ തകർക്കുന്ന, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം ഇടിച്ചു ചെല്ലുവാൻ കർത്താവേ, ചില അസാധ്യമായ മേഖലകൾ സാധ്യമായി തീരുന്ന ചില പകൽക്ക് രാത്രികാലമാക്കി സ്വർഗം തീർക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങ് വലിയ ചെയ്യണമേ. അടിയനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ക്രൂശിന്റെ മറവിൽ മറച്ചാട്ടെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇവിടെ നമുക്ക് കാണുമ്പോൾ വായിച്ച ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കെല്ലാം ഒത്തിരി സുപരിചിതമായ വാക്യമാണ്. നാം പലപ്പോഴും വായിക്കുകയും ധൈര്യപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു ഭാഗമാണ്. ഞാൻ ഇന്നത്തെ രാത്രിത്തെ ചിന്തയ്ക്ക് എടുത്തത്. യേശു അവരെ നോക്കി, അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലതും സാധ്യം എന്ന് പറഞ്ഞു. ഈ രാത്രികാലം എത്ര പേർ ദൈവസേനയില് വിശ്വസിക്കുന്നു? മനുഷ്യർ അസാധ്യമായി പറഞ്ഞ കാര്യങ്ങൾ കാണുമായിരിക്കാം, മെഡിക്കൽ റിപ്പോർട്ട് പറഞ്ഞ കാര്യം കാണുമായിരിക്കാം. സ്തോത്രം. ലോകം നമ്മെ നോക്കി ഇനി നടക്കത്തില്ല, ഈ വിഷയത്തിന് വേണ്ടി ഇനി പ്രാർത്ഥിക്കണ്ട, ഇത് കഴിഞ്ഞു പോയി, ഇത് വിട്ടേരാ, നിനക്ക് തോന്നിയതായിരിക്കാം ചിലപ്പോ ഇതൊക്കെ സംഭവിക്കുമെന്നും എന്ന് പറഞ്ഞ് നമ്മുടെ സ്തോത്രം ഓരോരുത്തര് നമ്മുടെ അടുത്ത് പല കാര്യങ്ങൾ പറയുമ്പോൾ, സ്തോത്രം, പ്രിയ ദൈവമക്കളെ, ഈ രാത്രികാലം ഞാൻ പറയട്ടെ, സ്തോത്രം, സകലതിനെയും സാധ്യമാക്കുവാൻ കഴിയുന്ന അരിമരക്ഷന്റെ അരികത്തത്രേ ഞാൻ വന്നിരിക്കുന്നത്. കാരണം ശൂന്യവും പാഴുമായിരുന്നു ഭൂമിയെ നോക്കി, സകലതും ഉളവാകട്ടെ എന്ന് പറഞ്ഞപ്പോ ഉളവാകുവാനായിട്ട് ഇടയായി തീർന്നുവെക്ക്. തിരുവചനത്തിൽ ഉൽപ്പത്തി മുതൽ നമുക്ക് വെളിപ്പാട് പുസ്തകം വരെ നോക്കിക്കഴിയുമ്പോ കർത്താവിന്റെ സൃഷ്ടിയിൽ മറഞ്ഞിരിക്കുന്നതായിട്ടൊന്നുമില്ല, ദൈവത്തിന് അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല എന്ന് തെളിയിക്കുന്ന അനേക ഭാഗങ്ങളെ നമുക്ക് കാണുവാൻ വായിക്കുവാനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ ഈ രാത്രികാലം നമ്മെ ജീവിപ്പിക്കുന്ന, നമ്മുടെ കഷ്ടതയെ നമ്മളെ ജീവിപ്പിക്കുന്ന ഈ വചനത്തെ നമ്മുടെ മുമ്പാകെ ഇരിക്കുമ്പോ നാം നമ്മുടെ വചനത്തെ നമ്മുടെ ജീവിതത്തിനകത്ത് എങ്ങനെ റിസീവ് ചെയ്യുന്നുവോ അതനുസരിച്ച് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഞാൻ എക്സാമ്പിൾ ആയിട്ട്, സ്തോത്രം, ഞാൻ ഒരു കാര്യം, എനിക്ക് തോന്നുന്ന പലപ്പോഴും എന്റെ ടെസ്റ്റ് മണി ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മധ്യത്തിലായിരിക്കുമ്പോൾ തന്നെ എന്റെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എത്ര ദിവസം പറഞ്ഞാലും തീരാത്തതുപോലെ അസാധ്യങ്ങളുടെ ഒരു കലവറ തന്നെ എനിക്ക് പറയാനിട്ടുണ്ട്. പക്ഷേ ലോകം അസാധ്യമെന്ന് പറഞ്ഞപ്പോ, മെഡിക്കൽ റിപ്പോർട്ട് അസാധ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്റെ ദൈവത്താൽ സകലതും സാധ്യമാക്കി ഇന്നും ആയുസ്സോടും ആരോഗ്യത്തോടും നിങ്ങളുടെ മധ്യത്തിൽ, ജീവന്റെ മധ്യത്തെ ദൈവം നിർത്തിയിരിക്കുന്നത് തന്നെ ദൈവം എന്റെ ജീവിതത്തെ അത്ഭുതം ചെയ്തത് കൊണ്ടാണ്. മെഡിക്കൽ റിപ്പോർട്ടുകൾ തീർന്നു, ഈ ശബ്ദം പുറത്തേക്ക് എടുക്കുവാൻ കഴിയത്തില്ല എന്ന്, ഓപ്പറേഷൻ ചെയ്താൽ പോലും ഈ ശബ്ദം പുറത്തേക്ക് വരത്തില്ല എന്ന് പറഞ്ഞ ഒരു കാലഘട്ടം എന്റെ ജീവിതത്തിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന്, സ്തോത്രം, പ്രിയ ദൈവമക്കളെ, ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ അടുത്ത് ഡോക്ടർമാർ അങ്ങനെ പറയുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ഇത്രയും വർഷത്തിന് ശേഷവും ഇത്രയും ശബ്ദത്തോടു കൂടി എന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കത്തക്ക രീതി ദൈവം എന്നെ നിർത്തിയെങ്കിൽ, പ്രിയ ദൈവമക്കളെ, ഈ രാത്രികാലം ഞാൻ പറയട്ടെ, എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം, നമ്മൾ പറയും അബ്രഹാമിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, അതിനേക്കാൾ അപ്പുറമായിട്ട്, സ്തോത്രം, ഹല്ലേലൂയ, അതേ സ്തോത്രം, ദാവീദ് പറഞ്ഞതുപോലെ യഹോവ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞ ഒരു ദൈവ പൈതന് പറയാൻ കഴിയും, എന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ച ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറയുവാനായിട്ട് കഴിയും. സ്തോത്ര. ഒത്തിരി സാഹചര്യങ്ങൾ എന്റെ ജീവിതത്തിനകത്ത് അസാധ്യങ്ങളെ സാധ്യമാക്കിയ സന്ദർഭങ്ങളുണ്ട്. ഞാൻ ഒറ്റ കാര്യം, അതിനകത്തേക്ക് ഞാൻ, സ്തോത്ര, വചനത്തെ അപ്ലൈ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നപ്പോ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവം എന്റെ ജീവിതത്തിനകത്ത് പ്രവർത്തിച്ചതായ ഒറ്റ കാര്യം രാത്രികാലം നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ പറയാം. സ്തോത്രം. 2014 എന്ന് പറയുന്ന വർഷത്തിൽ എന്റെ ജീവിതത്തിനകത്ത് ഞങ്ങൾ ഫാമിലിയായിട്ട് ഞങ്ങൾ മസ്കറ്റിലേക്ക് പോകുന്ന യാത്രയുടെ മധ്യത്തിൽ ഒരു ഉച്ച സമയമായപ്പോ, ഞാൻ ടെസ്റ്റ് മണി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ഇതിനോടനുബന്ധിച്ച് ഞാൻ പറയാം, കടന്നു പോകുന്ന സാഹചര്യത്തിൽ ഒരു ആക്സിഡന്റ് സംഭവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. എന്റെ സിറ്റുവേഷനൊക്കെ വളരെയധികം ക്രിട്ടിക്കലായിരുന്നു. കൂടെ ഉള്ളവര് വാഹനത്തിൽ, ആംബുലൻസിൽ പോകുമ്പോഴോ എന്റെ ഉള്ളിന്റെ എവിടെയൊക്കെ ഓർമ്മയുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷെ കേൾക്കുന്ന വാക്ക് പോസിറ്റീവായിട്ടുള്ളതല്ല,
അവർ തീർന്നുപോയി, അവർ മരിച്ചുപോയി. ഇതത്രേ അവർ പറയുന്നത്. സ്തോത്രം. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഹോസ്പിറ്റലായി, എന്നാൽ വൈകിട്ടായി, രാത്രിയായി കഴിഞ്ഞപ്പോ, പ്രിയ ദൈവമക്കളെ, എനിക്ക് ഹസ്ബൻഡ് എന്ത് സംഭവിച്ചു, എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിച്ചു, ഇതൊന്നും എനിക്ക് അറിയാനായിട്ട് കഴിയുന്നില്ല. ഞാൻ ഒന്നും അറിയുന്നില്ല. സ്തോത്രം. ഞാൻ ഹോസ്പിറ്റലിന്റെ 2ാം ഫ്ലോറിലായിരിക്കുമ്പോ ബാക്കിയുള്ളവരൊക്കെ എവിടെയാണോ ഒന്നും അറിയുന്നില്ല. പക്ഷെ പെട്ടെന്ന് തന്നെ ഒരു സ്തോത്രം, ഒരു സഹോദരി എന്നെ കാണുമ്പോ, ഒരു ഡോക്ടർ, അവിടുത്തെ വേറെ സ്തോത്രം ഒരു വിഭാഗത്തിലൊരു ഡോക്ടർ എന്നെ കാണാൻ വന്നപ്പോ എന്റെ അടുത്ത് നിന്ന സിസ്റ്ററിനോട് ഇപ്രകാരം പറയുന്നത് കേട്ടു, നാളെ മോന് ഓപ്പറേഷൻ ആണല്ലേ എന്ന് പറയുവാനിട്ടിടത്തു. എന്റെ സിറ്റുവേഷൻ ഇടയ്ക്ക് ഓർമ്മ വരുന്നു. ദേഹത്തൊക്കെ ഒത്തിരി ഇഞ്ചുറി ആയിട്ടുണ്ട്. വാഹനത്തിന്റെ ഗ്ലാസ് എല്ലാം പൊട്ടിത്തെറിച്ച് എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടിൽ കൂടെ ഞാൻ 2 കൈക്ക് ഒടിവ് സംഭവിച്ചു. ഇങ്ങനെയൊക്കെ വളരെയധികം ഒരു സിറ്റുവേഷനിൽ കിടക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വർത്തമാനം കേട്ടു. അപ്പൊ ഞാൻ ഇതൊന്നും അറിയുന്നില്ല. ഞാൻ പെട്ടെന്ന് ആ സിസ്റ്ററിന്റെ അടുത്ത് ചോദിച്ചു, എന്താ സംഭവിച്ചത്, എന്റെ കുഞ്ഞിന് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു. അതൊന്നുമില്ല എന്ന് പറഞ്ഞ ഒരു ഒഴിവ് പറഞ്ഞിട്ട് ആ ഡോക്ടർ എന്റെ അടുത്ത് ഒന്ന് നോക്കിയിട്ട് സാരമില്ല എന്ന് പറഞ്ഞ് എന്നെ ബലപ്പെടുത്തിയിട്ട് അവർ പോകുവാനായിട്ട് ഇടയെത്തുന്നു. ഞാൻ എന്റെ അടുക്കൽ നിന്ന സിസ്റ്ററിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു, എന്താ പറ്റിയത്, എന്റെ കുഞ്ഞിന് എന്താ പറ്റിയത്, എന്റെ കുഞ്ഞിനെ എനിക്ക് കാണണം എന്ന് പറഞ്ഞ് ഞാൻ നിർബന്ധം പിടിക്കുവാനായിട്ട് ഇടയെത്തുന്നു. ആ സിസ്റ്റർ എന്റെ അടുത്ത് പറഞ്ഞു, മോന്റെ കാലിന് ഒടിവ് സംഭവിച്ചു, പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട്. നാളെ രാവിലെ 6 മണിക്ക് തന്നെ ഒരു സർജറി ഉണ്ട്, കമ്പി ഇടണം. 4.5 വയസ്സ് മാത്രം പ്രായമായ ഒരു കുഞ്ഞ്, 4 വയസ്സ് കഴിഞ്ഞ ആ ഒരു ടൈമാണ്. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ഞാൻ പറയട്ടെ, ഒരു അമ്മയാണ്, സ്തോത്രം, നമുക്കറിയാം ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമ്പോ, പ്രത്യേകിച്ച് അവനെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പറയാം, ഒരു ടൈം പോലും അടങ്ങിയിരിക്കുന്ന ഒരു കുഞ്ഞല്ല, ഉറങ്ങാൻ മാത്രം കിടക്കും, എപ്പോഴും ഓട്ടവും ചാട്ടവും കളിയും നടക്കുന്ന ഒരു കുഞ്ഞാണ്. അപ്പൊ ഞാൻ എന്റെ കൺട്രോളിൽ നിന്ന് മാറിയിട്ട് ഞാൻ എന്റെ ദൈവത്തോട്, ചുറ്റും ഒത്തിരി പേരുണ്ട്, പക്ഷെ ഞാൻ എന്റെ ദൈവത്തോട് വാവിട്ട് നിലവിളിക്കുവാനായിട്ട് ഇടയെത്തുന്നു. ഞാൻ ഇപ്രകാരം ദൈവസ്ഥനെ നിലവിളിക്കുവാൻ തുടങ്ങിയിട്ട് ഞാൻ ഇപ്രകാരം പറഞ്ഞു, 3 ഓപ്പറേഷൻ ഡോക്ടർമാർ മേജർ ഓപ്പറേഷൻ വേണമെന്നോ അതിനകത്ത് ജീവൻ കിട്ടുമോ ഇല്ലേ എന്നോ ഡൗട്ട് പറഞ്ഞ ഇടത്ത് ഈ നിമിഷം വരെ എന്റെ ശരീരത്തിൽ ഒരു ആയുധം വയ്ക്കുവാൻ ദൈവം ഇടയാക്കി തീർത്തില്ല എങ്കിൽ എന്റെ കുഞ്ഞിന്റെ മേൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കണം. അവന്റെ മേൽ ഒരു ആയുധം വയ്ക്കുവാൻ ദൈവം ഇടയാക്കരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആ ഒരു സ്പോട്ടിൽ തന്നെ ഞാൻ പറയാൻ വന്നത് വചനത്തിന്റെ ശക്തിയാണ് ഞാൻ പറയാൻ വന്നത്. പ്രിയ ദൈവമക്കളെ, സ്തോത്ര, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ, സ്തോത്ര, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ്, സ്തോത്രം, എന്റെ മേൽ തന്ന ഒരു വചനമായിരുന്നു. സ്തോത്രം. അസ്ഥിയോട് മാംസത്തോട് വന്ന് ചേരുന്ന ഒരു അനുഭവം. ഇത് ഞാൻ വിളിച്ചു പറഞ്ഞു, അത് അങ്ങനെ തന്നെ അവന്റെ കാലിമേ സംഭവിക്കട്ടെ. അസ്ഥിയോട് വന്ന് ചേരട്ടെ, മാംസത്തോട് വന്ന് ചേരട്ടെ എന്ന് പറഞ്ഞു ഉറച്ച് ദൈവസ്ഥനെ നിലവിളിക്കുവാൻ തയ്യാറായി. സ്തോത്ര. പ്രിയ ദൈവമക്കളെ, സ്തോത്രം, ഹല്ലേലൂയ. എനിക്ക് കുഞ്ഞിനെ കാണാനൊന്നും പോകാൻ കഴിഞ്ഞില്ല. എന്റെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് എന്നെ കാണിക്കുവാനായിട്ട് ഇടയെത്തിരുന്നില്ല. എന്നാൽ പ്രഭാതത്തിൽ ഡോക്ടർമാർ 6 മണിക്ക് വന്നു കഴിഞ്ഞപ്പോ, ഒരു ജർമ്മനി ഡോക്ടറായിരുന്നു, ആ ഡോക്ടർ ഇവനെ നോക്കിയിട്ട് പറഞ്ഞു, സ്തോത്ര, 4.5 വയസ്സ് ആകുന്നതേ ഉള്ളൂ, ഈ കുഞ്ഞിന്റെ കാലിൽ ഇപ്പൊ നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് കമ്പി ഇട്ട വീണ്ടും ഒരു 6 മാസം കഴിയുമ്പോൾ വീണ്ടും, സ്തോത്രം, വീണ്ടും ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്, നമുക്ക് അല്പം ഒന്ന് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ആ ഒരു ടൈമിനെ മാറ്റുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ. ഞാൻ ദൈവസ്ഥനെ കരയുവാൻ തുടങ്ങി, പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. കാരണം എന്റെ ജീവിതത്തിനകത്ത് ഇതേ ഒരു അനുഭവമായിരുന്നു. 3 മേജർ ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞെടുത്ത് 1 ദിവസം 2 ദിവസത്തെ മണിക്കൂറിന് ഇടവിട്ടാണ് എന്റെ ദൈവത്തെന്ന ഗ്യാപ്പിനകത്താണ് ആ ഓപ്പറേഷനെ ദൈവം മാറ്റാനായിട്ട് ഇടയെത്തുന്നത്. എന്റെ വിശ്വാസം വർദ്ധിക്കുവാനായിട്ട് ഇടയെത്തുന്നു. 6 മണിക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റേണ്ട കുഞ്ഞിനെ ദൈവം ആ ടൈമിനെ ചേഞ്ച് ചെയ്തുവെങ്കിൽ അവന്റെ കാലിന്മേൽ ഒരു ആയുധം വയ്ക്കാൻ ദൈവം ഇടയാക്കത്തില്ലെന്ന് പറഞ്ഞ് പൂർണ്ണമായി ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കിടക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ചില ദിവസം കഴിഞ്ഞ് എനിക്ക് ബെറ്റർ ആയി തീർന്നു. കുഞ്ഞിന്റെ, സ്തോത്ര, ഡോക്ടർ പ്ലാസ്റ്റർ ഇട്ട് വിടുവാനായിട്ട് ഇടയായി തീർന്നു എന്നിട്ട് പറഞ്ഞ വേഗത്തിൽ തന്നെ എന്തായിരുന്നാലും ഓപ്പറേഷൻ ചെയ്യണം. കാരണം ഒരു ഞരമ്പിന്റെ മേൽ ഒരു ഞരമ്പ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു അനുഭവമാണ്. അപ്പൊ അത് പിടിച്ചു വച്ച് നേരെ കമ്പി ഇട്ട് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ കുഞ്ഞിന്റെ ഒരു കാല്, സ്തോത്ര, ഹൈറ്റ് കൂടുതലായിരിക്കും, ഒരു കാല് കുറവായിരിക്കും. അപ്പൊ അവന് നോർമലായിട്ട് നമുക്കെല്ലാവർക്കും അറിയാന്നുള്ളതാ. അപ്പൊ ഒരേ രീതിയിൽ നടക്കാൻ പറ്റത്തില്ല, മുണ്ടലുണ്ടാകും, അവന്, സ്തോത്രം, ഓടാൻ പറ്റത്തില്ല. ഈ ഒരു സിറ്റുവേഷൻ ആയിരിക്കുന്നത് ഞങ്ങളെ കാണിച്ചു തന്നു. ഒന്നിന്റെ മേൽ ഒരു ഞരമ്പ് ഇങ്ങനെ പൊട്ടി വന്നിരിക്കുന്ന അനുഭവം. പ്രിയതേ മക്കളെ, സ്തോത്രം, ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നു, ഞാൻ കിടത്തി, ഞാനും, സ്തോത്രം, എന്റെ ഹസ്ബൻഡുമായിട്ട് ഞങ്ങൾ എന്നും കരം വെച്ച് ദൈവസ്ഥനെ പ്രാർത്ഥിച്ചു. ഈ വചനം തന്നെ പ്രാർത്ഥിച്ചു. സ്തോത്രം. അസ്ഥിയോട് മാംസത്തോട് വന്ന് ചേരട്ടെ. എന്റെ ശരീരത്തിൽ ആയുധം വയ്ക്കാത്ത ദൈവം
ഈ കുഞ്ഞിന്റെ കാലിലും ആയുധം വെക്കാൻ ദൈവം ഇടയാക്കരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രിയ മക്കളെ, 1 മാസം കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞു, ഹോസ്പിറ്റലിലേക്ക് കടന്നു പോയപ്പോ വീണ്ടും അവർ സ്കാനിങ് ചെയ്തിട്ട് അവർ പറഞ്ഞു അതേ രീതിയിലായിരിക്കുന്നു, നിങ്ങൾ കുഞ്ഞിന്റെ ഫീച്ചറിനെ വെച്ച് കളിക്കരുത്, വേഗത്തിൽ ഒന്ന് ഇവിടെ സ്തോത്രം മസ്കറ്റിൽ ഓപ്പറേഷൻ ചെയ്യണം, ഇല്ലെങ്കിൽ നാട്ടിൽ കൊണ്ടുപോയി നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യണം, ഇത് പിന്നെ ഫീച്ചറിനെ ബാധിക്കുന്നതാണ് എന്ന് സ്തോത്രം. പക്ഷെ ഞങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യുവാനായിട്ട് യാതൊരുവിധ താല്പര്യമില്ലായിരുന്നു. ഞങ്ങൾ ഓക്കെ പറഞ്ഞു, വീട്ടിൽ കൊണ്ടുവന്നു. അവർ വീണ്ടും 3 ആഴ്ചത്തേക്ക് വീണ്ടും പ്ലാസ്റ്റർ ഇട്ട് വിട്ടു. 3-ാമത്തെ ആഴ്ച വീണ്ടും കൊണ്ടു ചെന്നു. സ്കാനിങ് എടുത്തിട്ട് അവർക്ക് ദേഷ്യം വന്ന് ഞങ്ങളുടെ മുമ്പിൽ തന്നെ എടുത്ത് സ്കാനിങ് റിപ്പോർട്ട് എക്സ്റേ എടുത്തിട്ട് ഇതാ നിങ്ങളെ കുഞ്ഞിന്റെ കാലം അതേ രീതിയിൽ തന്നെ ഇരിക്കുന്നു. പ്രിയതേ മക്കളെ, അവര് പറഞ്ഞു ഞാൻ പ്ലാസ്റ്റർ എടുത്ത് ഞങ്ങൾ വിടാം, നിങ്ങൾ എന്ത് വേണോ ചെയ്തോ എന്ന് പറഞ്ഞ് ഞങ്ങൾ എടുത്ത് വിട്ടു. പ്രിയതേ മക്കളെ, ഞങ്ങൾ അവനെ അത് മുറിക്കുവാനായിട്ട് പ്ലാസ്റ്റർ മുറിക്കുവാനായിട്ട് കയറിയപ്പോ ഞങ്ങൾ എൻ്റെ ഒരു കരം കോർത്ത് വിളിച്ച് ദൈവസ്ഥനെ പ്രാർത്ഥിച്ചു, കർത്താവേ പ്ലാസ്റ്റർ എടുത്ത് കുഞ്ഞിനെ നിർത്തുമ്പോ അവന്റെ കാല് നോർമലായി തീരണം, ഒരുപോലെ ആയി തീരണം എന്ന് പറഞ്ഞ് ദൈവസ്ഥനെ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയത്തുള്ളൂ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ. പ്രിയ ദൈവമക്കളെ സ്തോത്രം. ആ കുഞ്ഞിന്റെ പ്ലാസ്റ്റർ എടുത്ത് കാല് അവിടെ അവനെ പിടിച്ച് നിർത്തുവാനായിട്ട് ഇടയായി തീർന്നപ്പോ അവന് ഒരു മുണ്ടും ഇല്ലാതവണ രണ്ടും സെയിം ആയിട്ട് ദൈവം നിർത്തുവാനായിട്ട് ഇടയെത്തുന്നു. എന്ത് സംഭവിച്ചെന്ന് അറിയില്ല. അതിന് തൊട്ടു മുമ്പേ എടുത്ത സ്കാനിങ് റിപ്പോർട്ട് എക്സ്റേയിലും ഞങ്ങൾക്ക് വ്യക്തമായി കാണാം. ഇപ്പോഴും ഞങ്ങളുടെ കരത്തിലുണ്ട് 2 കാലിന്റെ ഞരമ്പ് ഇങ്ങനെ ഒന്നിന്റെ പേര് ഒന്നിരിക്കുന്നു. സ്തോത്ര. പക്ഷെ ഞാൻ പറയട്ടെ, വചനത്തിന് ശക്തിയുണ്ട്, വചനത്തിന് ശക്തിയുണ്ട്. ആ കുഞ്ഞിനെ സ്തോത്രം ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ട ഒരു കാര്യമായിരുന്നു, ഇതൊരു അടയാളമായിരിക്കും. സ്തോത്രം. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ സ്തോത്ര, കുഞ്ഞു 1-ാം ക്ലാസ് മുതലേ സ്കൂളിൽ പഠിക്കുന്ന ടൈമില് ഞാൻ പറയട്ടെ, ഡോക്ടർമാർ അവനോട് പറഞ്ഞത് അവന് ഓടാൻ പറ്റത്തില്ല, അവനെ സ്തോത്ര ചാടാൻ പറ്റത്തില്ല. ഞാൻ പറയട്ടെ, ഏതിനാണ് ലോകം അസാധ്യമെന്ന് പറയുന്നത് അതിനെ ദൈവം തമ്മിൽ സാധ്യമാക്കും. 1-ാം ക്ലാസ് മുതലേ ഞാൻ പറയട്ടെ സ്തോത്രം, പഠിക്കുന്ന അവന്റെ സ്കൂളില് അവൻ ഓട്ടത്തിന് പോയി എല്ലാ പ്രാവശ്യവും ട്രോഫി വാങ്ങിച്ചുകൊണ്ട് വരും. സ്തോത്രം. ഞാൻ പറഞ്ഞത്, ഏതിനകത്തൊരു ദൈവ പ്രവൃത്തിയുണ്ടോ അവിടെ ശത്രു പ്രവർത്തിക്കും, പക്ഷേ അതിനെ നന്മയ്ക്കാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെ ഈ രാത്രികാലം ഞാൻ ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, എന്തുകൊണ്ട് പറഞ്ഞ നമ്മുടെ മുമ്പിൽ അസാധ്യമെന്ന് തോന്നുമ്പോ പ്രിയ ദൈവമക്കളെ, നാം പ്രാർത്ഥനാ റൂമിനകത്ത് നമ്മുടെ മേൽ വെളിപ്പെടുന്ന ചില ദൈവത്തിന്റെ വചനങ്ങളുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ട ചില വചനങ്ങൾ, ആ വചനത്തെ നാം സ്തോത്രം, നാം ഒരു പ്രവാചകന്റെ അടുത്തോ ഒരു പ്രവാചകത്തോ അവരടുത്ത് പോണ്ടെന്നല്ല പറയുന്ന സ്തോത്ര. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം സ്തോത്രം, നമ്മുടെ വിഷയത്തിനകത്ത് ആവശ്യബോധത്തോടെ കരയുന്നത് പോലെ ആരുടെ അടുക്കൽ പോയാലും ആര് കരയത്തില്ല. സ്തോത്രം. നമ്മുടെ തലമുറയുടെ വിഷയമാകട്ടെ, നമ്മുടെ കുടുംബത്തിന്റെ വിഷയമാകട്ടെ, എത്രയും കാലം പ്രാർത്ഥിക്കാമെന്ന് പറയും, പ്രാർത്ഥിക്കത്തില്ല എന്നല്ല ഞാൻ. പക്ഷേ നമ്മുടെ വിഷയത്തിനകത്ത് നമ്മുടെ മനസ്സിനകത്ത് ഏൽക്കുന്നത് പോലെ ഭാരത്തോടെ കരയുക ആരും തന്നെ തയ്യാറാക്കത്തില്ല. ആ ഒരു സാഹചര്യത്തിൽ ഞാനും നിങ്ങൾ കരയുവാനായിട്ട് ഇടയായിത്തീരുമ്പോ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ആ വിഷയത്തോട് സംബന്ധിച്ച് തരുന്ന ചില വചനങ്ങൾ കാണുമായിരിക്കാം. ആ വചനത്തെ നാം വിട്ടുകളയാതെ, ആ വചനം എവിടെയാണെന്ന് കണ്ടുപിടിച്ച് നാം വചനത്തെ ഫോളോ ചെയ്ത് ആ വചനത്തെ ആ വിഷയത്തിനകത്തേക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരുമ്പോ പ്രിയ ദൈവമക്കളെ, അസാധ്യങ്ങൾ ഓടി മാറുവാനായിട്ട് ഇടയായിത്തീരാ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ കരം ചലിക്കുവാനായിട്ട് ഇടയായി. കാരണം ശൂന്യം വരുന്ന ഭൂമിയെ നോക്കിക്കൊണ്ടാ യഹോവയെ ദൈവം പറഞ്ഞത് സകലം ഉളവാകട്ടെ എന്ന്. അങ്ങനെ ഈ രാത്രിക്കാലം ഞാൻ പറയട്ടെ, ചിലപ്പോൾ നിങ്ങൾ ഈ സ്തോത്രം ഈ ശബ്ദം കേൾക്കുമ്പോഴും സ്തോത്രം അസാധ്യമായ ഒത്തിരി വിഷയങ്ങളുടെ നടുവിലായിരിക്കും നിൽക്കുന്നത്. ഈ രാത്രിക്കാലം പ്രിയതേ മക്കളെ, നാം ഫ്രീ ആയി തീരുക. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ജീവിതത്തിനകത്ത് പ്രവർത്തിച്ച കർത്താവിനെ കുറിച്ച് ഞാൻ പറയുന്നത്. സ്തോത്രം. അങ്ങനെയൊക്കെ എന്റെ ജീവിതത്തിനകത്ത്, എന്റെ കുടുംബത്തിനകത്ത്, എന്റെ തലമുറയുടെ ജീവിതത്തിനകത്ത് അത്ഭുതം ചെയ്തതായ കർത്താവ് ഇതിനകത്തിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ മേലും, അവരുടെ കുടുംബത്തിന്മേൽ, നിങ്ങളുടെ തലമുറയുടെ മേൽ, നിങ്ങളുടെ ശുശ്രൂഷകളുടെ മേൽ എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കാര്യം ചലിക്കും. ഹല്ലേലൂയ. ചില അസാധ്യമായ വിഷയങ്ങൾ സാധ്യമാകുവാനായിട്ട് ഇടയായി തീരെ. സ്തോത്രം. പ്രിയ മക്കളെ, ചിലതൊക്കെ നമ്മുടെ മുമ്പിൽ കടന്നു വരുന്നത് നാം ഒന്നുകൂടി കർത്താവിനോട് അടുക്കുവാനാ, ചില ബ്രാഞ്ചുകളൊക്കെ വെട്ടിക്കളയാൻ. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. എന്റെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടങ്ങൾ, വീണസിസ്റ്ററിനൊക്കെ കുറച്ച് അറിയായിരിക്കും, പലപ്പോഴും ടെസ്റ്റ് മണിയൊക്കെ പറഞ്ഞത് കേട്ടിട്ടുള്ളതുകൊണ്ട് ഒത്തിരി കഷ്ടങ്ങൾ വന്നു. പക്ഷെ ഇന്ന് എനിക്ക് ധൈര്യത്തോടെ നിങ്ങളോട് പറയാനായിട്ട് എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ ഒന്നും ദോഷമായിട്ട് വരുത്തിയിട്ടില്ല.
ഒന്നേ കർത്താവിന്റെ ആഴമേറിയ ഒരു സാന്നിധ്യം എന്റെ മേൽ അറിയുന്നതിന് വേണ്ടിയായിരിക്കും, ഇല്ലെങ്കിൽ എന്നെ എവിടേക്കോ കർത്താവ് ഇച്ചിരി ഒന്ന് പണിയേണ്ടത് വേണ്ടിയാ. ഹല്ലേലൂയ. ചില ബ്രാഞ്ചുകൾ അരുതാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിളിർത്ത് വരുന്നതിനേക്കാൾ വെട്ടിക്കളഞ്ഞിട്ട് കർത്താവിന്റെ കയ്യിൽ ഇണങ്ങിയ ഒന്നാക്കി തീർക്കുക. ആ കർത്താവിന്റെ സ്നേഹവും കർത്താവിന്റെ കരുതലൊക്കെ നമ്മുടെ മേൽ പകർന്നു തന്നുകൊണ്ട് കർത്താവിന് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിനകത്ത് ഓരോ കഷ്ടതകൾ, നമുക്കെല്ലാം സുഖവും സൗഭാഗ്യമൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും അത്രത്തോളം കൂടെ കർത്താവിനോട് അടുത്ത് വരികയല്ല. പക്ഷേ ജീവിതത്തിൽ അതിനകത്ത് ഒരു പ്രശ്നങ്ങൾ കടന്നു വരുമ്പോഴാ നാം നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യുവാൻ ഇടയാക്കുന്നത്, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്, കർത്താവിലേക്ക് അടുക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അങ്ങനെ ഈ രാത്രികാലം ഞാൻ പറയട്ടെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന അരിമരക്ഷകന്റെ കരം ഇതിനകത്ത് ചലിക്കും. നാം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനോട് പറയുക, അപ്പൊ ആ അസാധ്യങ്ങളെ സാധ്യമാക്കി. ചില ദൂതുകൾ നാം കേട്ടിട്ടുണ്ടായിരിക്കാം, ചില ദൈവിക സത്യങ്ങൾ നാം കേട്ടിട്ടുണ്ടായിരിക്കാം. സ്തോത്ര. വർഷത്തിന്റെ ആരംഭത്തിൽ നാം ചിലത് കേട്ടാണും 10-50 ദിവസം കഴിയുമ്പോഴും സ്തോത്ര ചിലതൊന്നും നടക്കാത്ത മുഖാന്തരം നമ്മുടെ ജീവിതത്തിനകത്ത് ഭാരം കാണുമായിരിക്കും. പക്ഷേ ഈ രാത്രികാലം ഞാൻ പറയട്ടെ, നാം ആരുടെ മേൽ കുറ്റങ്ങൾ ചുമത്താവുന്ന നമ്മെ തന്നെ നോക്കുക. കർത്താവിനോട് നാം ചോദിക്കുക, കർത്താവെ, എവിടെയാണ് സ്തോത്രം ദൈവിക വാഗ്ദത്തങ്ങൾ എന്റെ മേൽ നിറവേറുന്നതിന് തടസ്സമായി നിൽക്കുന്നത് എന്ന് ചോദിച്ച് ഞാൻ നിങ്ങൾ കർത്താവിനോട് അടുക്കുവാനായിട്ട് ഇടയായി തീരുമ്പോ, പ്രിയ ദൈവമക്കളെ, ദൈവിക ആലോചനകൾ, ദൈവിക ശബ്ദങ്ങൾ, ദൈവിക വാഗ്ദത്തങ്ങൾ നമ്മുടെ മേൽ നിറവേറുന്നതിന് തടസ്സമായി നിൽക്കുന്നതൊക്കെയാ ദൈവം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി തരുവാനായിട്ട് ഇടയായി തീർന്ന. നാം ഒരു ദൈവ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ സ്തോത്ര, അതേ മറിയ പറഞ്ഞതുപോലെ, ഞാൻ കർത്താവിന്റെ ദാസ്യെ അങ്ങയുടെ ഹിതം പോലെ ഭവിക്കട്ടെ. നമ്മുടെ ഒരു സമർപ്പണം സ്തോത്രം ഹല്ലേലൂയ കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് വളരെയധികം ആവശ്യമുണ്ട്. സ്തോത്രം. അങ്ങനെ ഈ രാത്രിക്കാലം ഒരു സമർപ്പണത്തോടു കൂടെ നമുക്ക് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. സ്വർഗത്തിലെ ദൈവം രാത്രിക്കാലം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാനായിട്ട് ഇടയെത്തില്ല. ഇവിടെ വായിച്ച ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നു, യേശു അവരെ നോക്കി, അത് മനുഷ്യർക്ക് അസാധ്യം എങ്കിലും ദൈവത്തിന് സകലവും സാധ്യമെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഭാഗത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, മനുഷ്യർക്ക് അസാധ്യമായി തീരാം, മെഡിക്കൽ റിപ്പോർട്ടിന് അസാധ്യമായി തീരാം, കൂടെ ഇരിക്കുന്നവർക്ക് അസാധ്യമായി തീരാം. പക്ഷേ എങ്കിലും, ഹല്ലേലൂയ, അവിടെ ആ എങ്കിലും എന്നുള്ള ഒരു വാക്കിനെ നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം തീർന്നു, അവസാനിച്ചു എന്ന് പറയുന്നത് മനുഷ്യ, പക്ഷേ അവിടെ ആ എങ്കിലും എന്ന് വാക്കിട്ടു ഫുൾ സ്റ്റോപ്പ് ഇടാതെ വേണം. സ്തോത്രം ഹല്ലേലൂയ. എന്റെ കർത്താവിടെ എഴുതി ചേർക്കുവാനായിട്ട് ഇടയായി തീർന്നു, ദൈവത്തിന് സകലതും സാധ്യം. ഹല്ലേലൂയ. അങ്ങനെ ഈ രാത്രിക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, മനുഷ്യൻ അസാധ്യമെന്ന് പറഞ്ഞത്, മെഡിക്കൽ റിപ്പോർട്ട് അസാധ്യമെന്ന് പറഞ്ഞത്, കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചവർ അസാധ്യമെന്ന് പറഞ്ഞതിനെ എന്റെ സ്വർഗത്തിലെ ദൈവത്താൽ എങ്കിലും, ഹല്ലേലൂയ, അതെ, ചിലതൊക്കെ ഫുൾ സ്റ്റോപ്പ് ഇട്ടോ. ഇനി നീ ഈ വിഷയത്തിന് വേണ്ടി കരയണ്ട, ഇനി ഈ വിഷയത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കണ്ട, ഇനി ഈ വിഷയത്തിന് വേണ്ടി നീ ഉപവസിക്കണ്ട, ഇത് കഴിഞ്ഞു പോ, ഇത് തീർന്നു പോ എന്ന് പറയുമ്പോ, പ്രിയ ദൈവമക്കളെ, ഫുൾ സ്റ്റോപ്പ് ഇടാതെ വേണം എങ്കിലും, ഹല്ലേലൂയ, മനുഷ്യർക്ക് കഴിയാത്തതിനെ സാധിപ്പിക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തിന്റെ കര, യഹോവയെ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അതെ, അബ്രഹാമിനോട് യഹോവയെ ദൈവം പറഞ്ഞു, അടുത്ത ആണ്ട് വരുമ്പോ ഒരു മകനെ നീ സ്തോത്രം അണച്ചുകൊള്ളുമെന്ന് പറഞ്ഞപ്പോ അവരുടെ സ്വാക്യചിരികൾ വാർദ്ധക്യമാണ്, പരിമിതികൾ കഴിഞ്ഞു, അവർ എന്ത് ചെയ്തു? ചിരിക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോ യഹോവയെ ദൈവം അവിടെ ഇടപെടുന്ന ഒരു കാര്യമുണ്ട്. ദൂതൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? പ്രിയതേ മക്കളെ, ഈ രാത്രിക്കാലം സ്തോത്ര സാഹചര്യങ്ങളെ നോക്കാതെ നാം പൂർണ്ണമായി വിശ്വസിക്കില്ല, എന്റെ ദൈവത്തിന് കഴിയാത്തതായിട്ടുള്ള ഒന്നുമില്ല. സ്തോത്ര. തിരുവചനത്തിൽ നാം കാണുവാൻ സാധിക്കുന്നു, അനേകം പേരുടെ അവസ്ഥകളെ ഒറ്റ നിമിഷം കൊണ്ട് ദൈവം തമ്മിൽ ചേഞ്ച് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നവയ്ക്ക് നമ്മുടെ സാഹചര്യങ്ങളെ ചേഞ്ച് ചെയ്യിപ്പിക്കുന്ന ദൈവത്തിന്റെ കര, നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റി എഴുതുന്ന ദൈവത്തിന്റെ കര ഈ രാത്രിക്കാലം നമ്മുടെ മേൽ ചലിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അസാധ്യമെന്ന് എഴുതി തള്ളുമ്പോ സ്തോത്രം, അതേ സ്തോത്രം സാധ്യമാക്കി തീർക്കുന്ന അരിമരക്ഷകന്റെ കര. ഓ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തെ ഈ രാത്രികാലം സ്തോത്ര ചില അസാധ്യമായ മേഖലയെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മ വിളിച്ചു പറയാൻ പോകുന്നു. അതെ, ചിലത് ഉണ്ടായി വരട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ചില വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, സ്തോത്രം.
ഇവിടെ നമുക്ക് മാർക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, യായിറോസ് എന്ന ഒരു മനുഷ്യൻ തന്റെ കുഞ്ഞുമകളുടെ അത്യസന നിലവാരത്തിൽ ആയിരിക്കുമ്പോ യേശുവിന്റെ അടുക്കൽ വരുവാനായിട്ട് ഇടയെത്തുന്നു. എന്നാൽ ചില ടൈമുകൾ കഴിഞ്ഞപ്പോ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരു കാര്യമുണ്ട്. സ്തോത്ര, അവിടെ സ്തോത്ര ഭവനത്തിൽ നിന്ന് ഒരു പള്ളിപ്രമാണ വീട്ടിൽ നിന്ന് ആൾ വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ അസഖ്യപ്പെടുത്തും. ഇതാണ് നമ്മൾ പറഞ്ഞ മനുഷ്യർക്ക് അസാധ്യമായി തോന്നുന്നു. സ്തോത്രം, അവിടെ കൊണ്ട് തീരാം. സ്തോത്രം, അവിടെ കൊണ്ട് മനുഷ്യർ പറയുകയാണ്, എന്താണ് പറയുന്നത്? മരിച്ചുപോയി, ഇനി ഗുരുവിനെ അസഖ്യപ്പെടുത്തുന്നത് എന്തിന്? സ്തോത്രം, ഇതാ പ്രിയ ദൈവമക്കളെ മനുഷ്യർ ചെയ്യുന്നത്. കുറച്ച് ടൈമൊക്കെ നോക്കും, സാധ്യതകൾ ഉള്ളപ്പോ സ്തോത്രം ദൈവപ്രവൃത്തി വെളിപ്പെടും, ദൈവം അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷേ സാധ്യതകൾ അവസാനിക്കുന്ന ഒരു ടൈമിനകത്ത് സ്തോത്രം ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും വിശ്വസിക്കുവാനായിട്ട് കഴിയത്തില്ല. അവിടെയാ ഒരു ദൈവ പൈതൽ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ രാത്രിക്കാലം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ തരുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്ര, പ്രിയ ദൈവമക്കളെ, എല്ലാവരോടും ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയില്ല. ഇവിടെ യായിറോസിന്റെ ഉള്ളിൽ ഒരു വിശ്വാസം വന്നു. എന്താണ്? ഞാൻ എന്റെ കുഞ്ഞിന്റെ അവസ്ഥയിൽ ചെന്ന് യേശുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ യേശു കർത്താവ് വന്ന് ആ കുഞ്ഞിന്റെ മേൽ കൈവച്ച് അവന് രക്ഷപ്പെട്ട് ജീവിക്കും. സ്തോത്രം, നമ്മുടെ ഭവനത്തിനകത്ത് 4 പേരുണ്ട്, 5 പേരുണ്ടെങ്കിൽ പ്രിയ ദൈവമക്കളെ, എല്ലാവരോടും കർത്താവ് സംസാരിക്കണമെന്നില്ല. എല്ലാവരുടെ ഉള്ളിനകത്ത് ഒരേ വിശ്വാസം കൊണ്ട് ഇടണമെന്നില്ല. സ്തോത്രം, നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അല്ലല്ല, അബ്രഹാമിനോട് സ്തോത്രം സർവശക്തനായ ദൈവം പറയുന്ന, നിന്റെ ഏകജാതന മകനെ, നീ സ്നേഹിക്കുന്ന മകനെ മോറിയ മലയെ കൊണ്ടുപോയി യാഗം അർപ്പിക്കുവാൻ സാറയോട് കൂടി ചേർത്ത് നിന്ന് പറഞ്ഞില്ല. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, ദൈവ ശബ്ദം കൂടുതലും ദൈവം കേൾപ്പിക്കുന്നത് വ്യക്തിപരമായിട്ടായിരിക്കും. സ്തോത്രം, അങ്ങനെയൊക്കെ അവരാണ് പ്രിയ ദൈവമക്കളെ വിശ്വാസത്തോടെ ചുവട് വയ്ക്കേണ്ടത്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ കടന്നു വരുമ്പോ അവിടെ പൗലൂസിന്റെ കൂടെ അനേകം പേരുണ്ട്. പക്ഷേ അവരാരും കേൾക്കാത്ത ഒരു ദൈവശബ്ദം ആര് കേട്ടോ? പൗലൂസ് കേട്ടു. അതുകൊണ്ടാണ് പൗലൂസ് പറഞ്ഞത്, കഴിഞ്ഞ രാത്രി കർത്താവിന്റെ ദൂതൻ എന്റെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, അതേ സ്തോത്രം, നിനക്ക് കൂടെ ഉള്ളവനോ ഒരു ദോഷവും ഭവിക്കത്തില്ല. പ്രിയതേ മക്കളെ, ദൈവ ശബ്ദം കേൾക്കുന്നവർ അല്ലെങ്കിൽ ഈ വിഷയത്തിനകത്ത് ദൈവം പ്രവർത്തിക്കുമെന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉള്ളിനകത്ത് ആന്തരികമായിട്ട് നമുക്കൊരു വിശ്വാസത്തിന്റെ തലം ഓപ്പൺ ആയ പ്രിയതേ മക്കളെ, നീ കണ്ണടച്ചുകൊണ്ട് ഇനി ആരെല്ലാം എന്ത് തന്നെ പറഞ്ഞു കൊള്ളട്ടെ, അതിനെതിരായിട്ട് ആരെല്ലാം പ്രവർത്തിച്ചു കൊള്ളട്ടെ, നീ കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കണം. സ്തോത്രം, അതുകൊണ്ട് കർത്താവ് പലയിടത്തും പറഞ്ഞത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അല്ല, നിങ്ങളുടെ വിശ്വാസം എന്നൊന്നും കർത്താവ് പറയുന്നില്ല. സ്തോത്ര, വ്യക്തിപരമായിട്ട് നാം ചുവടുകൾ വയ്ക്കുവാനായിട്ട് ഇടയായി തീരുമ്പോഴാണ് കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. സ്തോത്ര, ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ട് പ്രാരം പറഞ്ഞു, ഗുരുവിനെ അസഖ്യപ്പെടുത്തുന്ന എന്തിന്? അത് എന്ത് ചെയ്യുന്നു? മകൾ മരിച്ചുപോയി. ആ ഒരു സാഹചര്യത്തിൽ മനുഷ്യർക്ക് അസാധ്യമായി ഫുൾ സ്റ്റോപ്പ് ഇട്ടപ്പോ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, പ്രശ്നങ്ങളുടെ ഭാരങ്ങളുടെ മധ്യത്തിൽ മനുഷ്യൻ നമ്മെ തളർത്തുവാൻ നോക്കുമ്പോഴും തളർത്താത്തൊരു ദൈവം, അതെ, മനുഷ്യൻ നമ്മെ മാറ്റി നിർത്തുമ്പോ ചേർത്തണയ്ക്കുന്ന ഒരു കർത്താവ്, മനുഷ്യർ തീർന്നു എന്ന് പറയുമ്പോ എങ്കിലും എന്ന വാക്ക് ചേർത്തുകൊണ്ട് ദൈവത്താൽ സാധ്യമെന്ന് ഉളവാക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തെ അത്രേ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം, ഇവിടെ എന്ത് ചെയ്യുന്നു? ആ കുഞ്ഞിന്റെ പാസ്റ്റിനെ പറ്റി പറഞ്ഞു, മകൾ മരിച്ചുപോയി. സ്തോത്ര, നിങ്ങളെ നോക്കി ശത്രുമണ്ഡലത്തിന് പാസ്റ്റ് പറയുവാൻ കഴിയാം. ഈ മീറ്റിങ്ങിനകത്ത് ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ എന്തായിരുന്നു നമ്മുടെ സാഹചര്യം, ഏതവസ്ഥയെന്ന് ശത്രുമണ്ഡലത്തിന് പറയുവാനായിട്ട് കഴിയും. പക്ഷേ പ്രസൻസ് പറയുവാൻ ഒരു ശത്രുവിനും ദൈവം അനുവദിച്ചു കൊടുക്കില്ല. നമ്മുടെ പ്രസൻസ് എന്താണ്, നമ്മൾ ഇപ്പൊ കടന്നു പോകുന്ന സിറ്റുവേഷൻ എന്തെന്ന് അറിയുന്ന ഒരു ഉടയവനത്രേ നമുക്കുള്ളത്. സ്തോത്രം, മനുഷ്യ കണ്ണിനെ നോക്കുമ്പോ നമ്മുടെ ഹൃദയത്തെ അറിയുന്ന ഒരു ദൈവം. അതെ, അവിടെ യേശു കർത്താവ് എന്താ ഭവനത്തെ നോക്കി പറഞ്ഞത്? കുട്ടി മരിച്ചിട്ടില്ല. ബാല്യക്കാരല്ലെങ്കിൽ ആൾ വന്നു പറഞ്ഞത് എന്താ? കുട്ടി മരിച്ചുപോയി, കഴിഞ്ഞുപോയി, പാസ്റ്റ്, തീർന്നു എന്ന് പറഞ്ഞപ്പോ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ആ കുഞ്ഞിന്റെ അവിടുത്തെ സിറ്റുവേഷനെ, ആ കുഞ്ഞ് കടന്നു വന്ന സിറ്റുവേഷൻ ഈ രാത്രികാലം പരിശുദ്ധാത്മ വ്യക്തമായി പറയുന്നു, ചിലർ കഴിഞ്ഞു, തീർന്നു പോയി എന്ന് ചില വിഷയത്തെ നോക്കി പറഞ്ഞപ്പോ ഈ രാത്രികാലം ഇതിനകത്തിരിക്കുന്നവരോട് പരിശുദ്ധാത്മ പറയുന്നു, കഴിഞ്ഞു പോയിട്ടില്ല, തീർന്നു പോയിട്ടില്ല, എന്റെ ദൈവത്തിന് സകല സാധ്യമത്രേ. ഹല്ലേലൂയ.
ഇവിടെ കാണുവാൻ സാധിക്കുന്നു, കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയത്രേ. ഹല്ലേലൂയ. അതിന്റെ പ്രസൻസ് സിറ്റുവേഷനെ അവിടെ സ്തോത്രം പറഞ്ഞിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ബാലയുടെ കൈ പിടിച്ച് അവനെ എഴുന്നേൽപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിന്റെ ഫീച്ചർ അവിടെ നടക്കുന്നുണ്ട്. പ്രിയതേ മക്കളെ, നമ്മുടെ പാസ്റ്റ് മാത്രമേ ഈ ലോകത്തിലെ ശത്രുമണ്ഡലത്തിന് അറിയുവാൻ കഴിയുള്ളൂ. നമ്മുടെ പ്രസൻസും നമ്മുടെ ഫീച്ചറും അറിയുന്ന ഒരു ഉടയവനുണ്ട്. നിന്റെ തലമുറയുടെ ഫീച്ചറിനെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ലോകം എത്ര തന്നെ അവസാനിച്ചു തീർന്നു എന്ന് പറയുമ്പോഴും അതിന്റെ ഫീച്ചറിനെ കണ്ടതായ ദൈവ, അതിന്റെ ഫീച്ചറിനെ എഴുതിയതായ ദൈവ, ശത്രുമണ്ഡലത്തിന് തീർന്നു എന്ന് പറയുന്ന ദൈവം അവസരം കൊടുക്കേല. എങ്കിലും ഹല്ലേലൂയ, മനുഷ്യർക്ക് അസാധ്യമായി എങ്കിലും ദൈവത്താ സകലവും സാധ്യം. ഹല്ലേലൂയ. അതേ ഈ രാത്രികാലം സ്തോത്രം ഞാൻ പറയട്ടെ, സാധ്യമാക്കുന്ന അനുമരക്ഷന്റെ കര, സാധ്യമാക്കുന്ന ദൈവത്തിന്റെ കര ഈ രാത്രികാലം അസാധാരണമായ രീതിയിൽ നിങ്ങളുടെ മേൽ ചലിക്കുന്ന രാത്രികാലം അത്രേ. ഇത് അത്ഭുതത്തിന്റെ രാത്രികാലം അത്രേ. അത് ചില വിഷയങ്ങൾ തീർന്നു പോയിട്ടില്ല, അത് മരിച്ചു പോയിട്ടില്ല, ഉറങ്ങുകയത്രേ. കാരണം എന്താ? അല്പസമയം ഒന്ന് റെസ്റ്റിന് വേണ്ടി, അല്പസമയം ഒന്ന് റെസ്റ്റിന് വേണ്ടി ദൈവത്തെ അവരെ വെയിറ്റ് ചെയ്യുക. ഹല്ലേലൂയ. നിന്റെ വിഷയങ്ങൾ എഴുന്നേൽക്കും, നിന്റെ വിഷയത്തിന്റെ മറുപടിക്ക് വെളിപ്പെടാ. ഒരിക്കലും ആ കുഞ്ഞ് നടക്കുവാൻ സാധ്യതയില്ല എന്ന് പറയുമ്പോൾ ബാല ഉടനെ എഴുന്നേറ്റു നടന്നു എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഈ രാത്രിക്കാലം ദൈവസ്ഥനിലായിരിക്കുന്ന പ്രിയ ദൈവമക്കളോട് ഈ രാത്രിക്കാലം ഞാൻ പറയട്ടെ, അതേ സ്തോത്രം, ഒത്തിരി ടൈം നീ കരയുക, അതേ കഴിഞ്ഞു പോയല്ലോ എന്നോർത്ത് ഭാരപ്പെടുവാൻ ഇടയാകാത്തവണ നിനക്ക് വേണ്ടി ഉടനെ മറുപടികൾ നിന്റെ കണ്ണുകൊണ്ട് കാണത്തക്ക രീതിയിൽ ചില അസാധ്യമായ വിഷയങ്ങളെ സാധ്യമാക്കി തീർത്തുകൊണ്ട് എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഞാൻ ഒറ്റ കാര്യം കൂടെ ഞാൻ പറയട്ടെ. അതേ സ്തോത്രം, മൂത്ത കുഞ്ഞിന്റെ ജീവിതത്തിനകത്ത് ഞങ്ങൾക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചപ്പോ ഡോക്ടർമാർ 48 മണിക്കൂർ മാത്രം പറഞ്ഞിരുന്നു. പ്രിയതേ മക്കളെ, അത് ഡോക്ടർമാർ പറഞ്ഞു, സ്തോത്രം, കുഞ്ഞ് ജീവിക്കുവാനായിട്ട് സാധ്യതയില്ല എന്ന് അവർ പറഞ്ഞു. വെറും 48 മണിക്കൂർ നോക്കാം, ഇല്ലെങ്കിൽ ഒരു ഓപ്പറേഷനേക്ക് കയറ്റാം, ഒക്കെ ആകുന്നുവെക്കി എന്ന് ഡോക്ടർമാർ 48 മണിക്കൂർ വിധി എഴുതി കഴിഞ്ഞപ്പോ ആ 48 മണിക്കൂറിലേക്ക് നീണ്ടുപോകാൻ അനുവദിക്കാതെ വേണം 18 മണിക്കൂർ കൊണ്ട് എന്റെ കുഞ്ഞിനെ നോർമലാക്കി തീർത്തു തന്ന ഒരു ജീവിത സാക്ഷ്യമായിട്ട് നിന്നുകൊണ്ട് നിങ്ങളോട് പറയുന്നത്, അതെ, കഴിഞ്ഞു തീർന്നു എന്ന് ഡോക്ടർമാർ വിധി എഴുതുമ്പോ സ്തോത്ര, നിന്നെ നോക്കി പരിഹസിക്കുമ്പോ നീ ഇറങ്ങി തിരിച്ചിട്ട് കണ്ടില്ലേ, എല്ലാത്തിനെയും കുന്നു കൊടുക്കുവാനാ. ഞാൻ കേട്ട അനുഭവമാണ് പ്രിയ മക്കളെ. ഞാൻ വിശ്വാസത്തിന്റെ താളത്തിലേക്ക് ഇറങ്ങി തിരിച്ച നിമിഷം മുതൽ എന്റെ ജീവിതത്തിൽ ഒന്നിനു പിറകെ ഒന്നായി കഷ്ടതകളും ശോധനകളും കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. എന്നെ നോക്കി പലരും പറയുവാനായിട്ട് ഇടയായി തീർന്നു. കുടുംബത്തെ കൊന്നു മുടിക്കുവാനത്രേ ഇവിടെ ദൈവം എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചു തന്ന നാട്ടിൽ നിന്നും കുടുംബക്കാരും ദേശക്കാരും ഒരുപോലെ പറഞ്ഞപ്പോഴും ഞാൻ പ്രാർത്ഥന റൂമിനകത്ത് ഒരു പോസ്റ്റിയെ പോലെ ദൈവത്തോട് നിലവിളിക്കാം, കർത്താവേ, ആരുടെയും ആയുസ്സിനൊന്നും വരാൻ ഇടയാക്കരുതേ എന്ന് പറഞ്ഞ് നിലവിളിക്കാം. ഓരോ സംഭവങ്ങൾ നടക്കുമ്പോ നാട്ടിൽ നിന്ന് പ്രിയപ്പെട്ടവർ വിളിച്ചു പറയും, നിനക്ക് ഇനിയെങ്കിലും ഇതിനകത്തുനിന്ന് പിന്മാറിക്കൂടെയോ? സ്തോത്രം. നിനക്ക് മാറി വന്നുകൂടെയോ? അതേ, ഓരോരുത്തരും ജീവനെ നീ വില കൊടുക്കാൻ നിൽക്കുന്നത് എന്തിനേ എന്ന്. സ്തോത്രം. ഞാൻ പറയട്ടെ, നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്തവരുടെ മധ്യത്തിൽ ഇന്ന് ആ കുടുംബങ്ങളുടെ നടുവിൽ എന്തെങ്കിലും ഒരു വിഷയം നടക്കുമ്പോ പ്രിയതേ മക്കളെ, എന്നെ വിളിക്കും ഫസ്റ്റില്. ഞാൻ പറയട്ടെ, വില കൊടുക്കാൻ തയ്യാറായ നിന്നെ മാനിക്കുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നീ ദൈവസ്ഥനെ നിൽക്കുവാൻ തയ്യാറായ. സ്തോത്രം. പല രാത്രി ഞാൻ തകർന്നു പോയിട്ടുണ്ട്. കർത്താവേ, എന്ത് ചെയ്യാൻ? ആരും സപ്പോർട്ട് ചെയ്യാനില്ല, ആരും ബലപ്പെടുത്തുവാനായിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഒറ്റയ്ക്ക് ദൈവസ്ഥനി കരഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആ ഒരു ടൈമിൽ. സ്തോത്രം. ഹല്ലേലൂയ. പല സാഹചര്യങ്ങളും ഓരോരുത്തരായിട്ട് മരണത്തെ മുഖാമുഖമായി കണ്ട സാഹചര്യങ്ങൾ ജീവിതത്തിനകത്ത്. പക്ഷെ ഇന്ന് ഞാൻ പറയട്ടെ, 4 പേരെ ദൈവം ആയുസ്സോടും ആരോഗ്യത്തോടും നിർത്തി ഞങ്ങൾ അലാബോധം എന്റെ അപ്പനെ ഉയർത്തുവാൻ എന്റെ ദൈവം ഭാഗ്യം തന്നു. നമ്മുടെ അപ്പൻ കടക്കാരനല്ല. സ്തോത്രം. നിന്നെ കേൾപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൈവമല്ല, നിന്നെ മറ്റുള്ള മുമ്പിൽ തല കുനിച്ച് നിർത്തുന്ന ഒരു ദൈവമല്ല. സ്തോത്രം. ഹല്ലേലൂയ. വായിച്ച ഭാഗത്തിലേക്ക് വേഗത്തിൽ കടന്നു വരട്ടെ. ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു, അതേ സ്തോത്രം, മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലതും സാധ്യം എന്ന് കാണുവാനായിട്ട് ഇടയായി തീർന്നു. അതേ യായിറോസിന്റെ കുഞ്ഞിന്റെ ജീവിതത്തിനകത്ത് അസാധ്യമെന്ന് അവര് പറഞ്ഞപ്പോ ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞു.
ഇപ്പൊ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനെ സ്തോത്രം ദൈവത്തിന്റെ പ്രവൃത്തിയായിട്ട് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നുവെക്ക്. പ്രിയ ദൈവമക്കളെ, നിന്റെ ജീവിതത്തിനകത്തും അസാധാരണമായ ചില ദൈവ പ്രവർത്തികളെ ദൈവം വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ഇല്ലാത്തത് ഉളവായി തരുമെന്ന് അങ്ങനെ തന്നെ വിശ്വസിക്കുവാൻ തയ്യാറാക്ക. സ്തോത്ര. രാത്രികാല സ്തോത്ര. ഹല്ലേലൂയ. നാം എന്ത് വിശ്വസിക്കുന്നുവോ അതങ്ങനെ ജീവിതത്തിൽ നടക്കുവാനായിട്ട് ഇടയായി തീരാം. സാറ ചെയ്ത ഒറ്റ കാര്യമേ ഉള്ളൂ. ആ വിശ്വാസത്താൽ സംശയിക്കാതെ എന്ത് ചെയ്യുന്നു? അവൾ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഈ രാത്രിക്കാലം പ്രിയ ദൈവമക്കളെ, അല്ലെ, നമ്മളെ നെഗറ്റീവ് പറഞ്ഞ് നിരാശപ്പെട്ടു പോകാതെ എന്റെ ജീവിതത്തിനകത്ത് ദൈവം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞ് നാം ആ വിഷയത്തിനകത്ത് സ്തോത്രം പറഞ്ഞ് ഇട്ടുകൊടുക്കുവാൻ തയ്യാറാക്കുമ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കാതിരിക്കാൻ കഴിയില്ല. ദൈവം പ്രവർത്തിച്ചിരിക്കും. ദൈവമക്കളെ, ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. എന്റെ കണ്ണാൽ അത്ഭുതങ്ങൾ നടക്കുന്നത്, ചലിക്കുന്നത്, സ്തോത്ര. ഹല്ലേലൂയ. കാണുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്ര. ഒത്തിരി ടെസ്റ്റ് മണികൾ എന്റെ ജീവിതത്തിൽ എന്റെ അസാധ്യമായിരുന്ന കാര്യങ്ങളെ സാധ്യമാക്കിയ കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ വചനത്തിനകത്ത് തന്നെ നിൽക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സംഖ്യാപുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നു, അഹരോന്റെ വടിയെ ദൈവം തളർപ്പിക്കുവാനായിട്ട് ഇടയായി. നമുക്കറിയാം സ്തോത്രം, ഒരു മാനസികമായി നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ രാത്രി കൊണ്ട് ഒന്നും നടക്കുന്ന ഒരു സംഭവമല്ല. പക്ഷേ ഒറ്റ രാത്രി കൊണ്ട് തന്റെ ജീവിതത്തെ ദൈവം തെളിയിക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഭാഗം നമുക്ക് അറിയാന്നുള്ളത് കൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, മോശെ ഇസ്രായേൽ മക്കളോട് സംസാരിക്കുക. അവരുടെ സകല പ്രഭുക്കന്മാര് ഗോത്രമായി ഓരോ വടി വീതം 12 വടി അവന്റെ പക്കൽ കൊടുക്കുകയും ചെയ്തു. വടിയുടെ കൂട്ടത്തിൽ അഹരോന്റെ വടിയും ഉണ്ടായിരുന്നു. സ്തോത്രം. അപ്പൊ കൂട്ടത്തിൽ ഇരിക്കുന്ന ഒരു വടിയാണ്. ഏതാണ് അഹരോന്റെ വടി എന്നറിയില്ല. പക്ഷെ ഞാൻ പറയട്ടെ, ചില കൂട്ടത്തിനകത്തുനിന്ന് ദൈവത്തിന് നിങ്ങളെ തെളിയിച്ച് പുറത്തു കൊണ്ടുവരണമെങ്കിൽ പ്രിയ ദൈവമക്കൾ, ആരുടെ സർട്ടിഫിക്കറ്റ് വേണ്ട, ആരെയും പരിചയപ്പെടുത്തി കൊടുക്കണ്ട. ഹല്ലേലൂയ. രാത്രിക്കാലം പരിശുദ്ധാത്മാവ് ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെയോ ദൂത് ഇടപെടുന്നു. സ്തോത്രം. നീ ആയിരിക്കുന്നിടത്ത് ഇരുന്നാ മതി. നിന്റെ വടിയെ തളർപ്പിച്ച് പൂത്ത് ബദാഫലം കായ്ക്കുന്നത് പോലെ നിന്നെ ചിലരുടെ മധ്യത്തിൽ പ്രസിദ്ധമാക്കുവാൻ ദൈവത്തിന് കഴിയും. സ്തോത്രം. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, കൂട്ടത്തിലുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് അഹരോന്റെ വടിയെ മാറ്റി നിർത്തുകയല്ല ചെയ്തത്, അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. സ്തോത്രം. അങ്ങനെയൊക്കെ കൂട്ടത്തിൽ ഇരിക്കുന്ന ചിലതിനെ ദൈവം തമ്മിൽ ഈ രാത്രിക്കാലം പരിശുദ്ധാത്മ ചിലരെ സെപ്പറേഷൻ ചെയ്യാൻ പോകുക. നീ കൂട്ടത്തോട് ഇരിക്കാനല്ല കർത്താവ് വിളിച്ചത്. ദൈവാത്മാവ് അങ്ങനെ തന്നെ ചിലരോട് പറയാൻ പറയുന്നു. 2026 കൂട്ടത്തോടെ ഇരുന്ന് കൈയടിക്കാനും പ്രാർത്ഥിക്കുവാനും അല്ല ദൈവം വിളിച്ചത്. ചില മത്സര ഗ്രഹങ്ങൾക്ക് ദൈവം നിന്നെ ഒരു അടയാളമാക്കുവാനായിട്ട്, ചിലരുടെ മുമ്പാകെ ദൈവത്തിന് നിന്നെ തെളിയിക്കുവാനായിട്ട് പദ്ധതി ഉണ്ടെന്ന് ഈ രാത്രിക്കാലം ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെ പരിശുദ്ധാത്മ വ്യക്തമായി ഇടപെടുക. ഈ രാത്രിക്കാലം ദൂതനോട് പ്രതികരിക്കുക. ദൈവവചനത്തിന്റെ ശക്തി വെളിപ്പെടും. ഇവിടെ വ്യക്തമായി കാണുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ കാണുന്നു, അത് എന്ത് ചെയ്തു? വടിയുടെ കൂട്ടത്തിൽ അഹരോന്റെ വടിയും ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ ഇരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. കൂട്ടത്തിൽ നിന്നുള്ള ഒരു സെപ്പറേഷൻ. അതേ സ്തോത്ര. തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. ദാവീദ് ആട്ടിടയനായിരുന്നു, അഭിഷേകം പ്രാപിച്ചു, ഒക്കെ ശരി. എനിക്ക് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫെലിസ്തൻ ഇസ്രായേലിന്റെ ദൈവത്തിനോട് പിറുപിറുക്കും, അല്ലെങ്കിൽ ദൈവത്തിനോട് വെല്ലുവിളിക്കുവാൻ, പരിഹസിക്കുവാൻ തുടങ്ങിയപ്പോ ദാവീദ് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നപ്പോ ദാവീദിനോട് സ്തോത്രം മറ്റുള്ള പരിഹസിക്കുമ്പോ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്. പക്ഷെ എവിടെ എന്തോ പറയുന്നത്, കൂട്ടത്തിൽ നിന്ന്, എനിക്ക് തോന്നുന്നു ശമൂവേലിന്റെ പുസ്തകത്തിലാണെന്ന്, ശമൂവേലിന്റെ പുസ്തകത്തിലാണ്, പെട്ടെന്ന് കയറി വന്നതുകൊണ്ടാ ഞാൻ അത് പറയുന്ന. സ്തോത്ര. ശമൂവേലിന്റെ പുസ്തകത്തിൽ നമുക്ക് കടന്നു വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നു, ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. കൂട്ടത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? പിടിച്ചുകൊണ്ട് പോയ ആടിനെ എന്ത് ചെയ്തു? സ്തോത്രം. ദാവീദ് ചെന്ന് അവിടെ വായിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നു എന്ന നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. പ്രിയദൈവമക്കളെ, സ്തോത്രം. ഈ രാത്രിക്കാലം എനിക്കറിയില്ല, പരിശുദ്ധാത്മ പറയുന്നു, കൂട്ടത്തിലായിരുന്ന ചിലതിനേക്കാൾ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്ന ആരൊക്കെ ഇതിനകത്തുണ്ട്. സ്തോത്രം. അതേ സ്തോത്രം. കൂട്ടത്തിനകത്ത് നിന്ന്, വിശ്വാസത്തിൽ നിന്ന്, കൂട്ടത്തിനകത്ത് നിന്ന്, ആത്മീയ ബന്ധത്തിൽ നിന്ന് സ്തോത്ര പിടിച്ചുകൊണ്ടു പോയ ചിലതിനെ ഈ രാത്രികാലം പരിശുദ്ധാത്മാ പറയുന്നു, തിരിച്ച് പിടിച്ചു കൊണ്ടുവരുവാനായിട്ടുള്ള ഒരു ആത്മശക്തിയെ ഈ രാത്രികാലം പരിശുദ്ധാത്മാവ് ചിലരുടെ മേൽ പകരിക്കുക. സ്തോത്രം.
ദാവീദ് പറഞ്ഞ ഒറ്റ കാര്യമുണ്ട്, അതെ, കൂട്ടത്തിൽ നിന്ന് ഒന്നിനെ ആട്ടിനെ പിടിച്ചു കൊണ്ടുപോയി ഞാൻ അവയുടെ പിന്നാലെ ചെന്ന് അവന് സിംഹത്തിന്റെ കരടിയുടെ വായിൽ നിന്ന് തിരിച്ചു പിടിച്ചു കൊണ്ടുവന്നു. അവ എന്റെ നേരെ പാഞ്ഞു വരുവാനായിട്ട് ഇടയെത്തുന്നപ്പോ ഞാൻ ചെന്നവന്റെ താടിക്ക് പിടിച്ച് വലിച്ചു കീറിക്കളഞ്ഞു. ഈ രാത്രികാല പരിശുദ്ധാത്മാ പറയുന്ന സ്തോത്ര, ശത്രു മണ്ഡലത്തിൽ കയറി ഫൈറ്റ് ചെയ്യുക. ശത്രു പിടിച്ചു കൊണ്ടുപോയ നിന്റെ തലമുറയെ, ശത്രു പിടിച്ചു കൊണ്ടുപോയ നിന്റെ നന്മയെ, കൂട്ടത്തോട് ആയിരുന്ന ചിലതിനെ പിടിച്ചു കൊണ്ടുപോയെങ്കിൽ ഈ രാത്രികാല പ്രിയ ദൈവവൈദ്യരെ ഒന്നല്ലേ പോയെന്ന് പറഞ്ഞുകൊണ്ട് നീ മൗനമായിട്ടിരിക്കല. നീ ആത്മശക്തി പ്രാപിച്ചുകൊണ്ട് ചിലതിന്റെ നേരെ ചെല്ലുവാൻ തയ്യാറാക്കുന്നവയ്ക്ക് ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാ. സിംഹത്തെ തകർക്കുക, അതെ, കരടിയെ തകർത്ത് സ്തോത്ര ദാവീദ് അതിന്റെ വായിൽ നിന്ന് സ്തോത്രം കയ്യിലല്ല ഇരുന്നത്, അതിന്റെ വായ്ക്കകത്തുനിന്ന് പിടിച്ചുകൊണ്ട് വരാൻ ദൈവം അബാലനായിരുന്നു ദാവീദിനെ ഉപയോഗിച്ചുവെങ്കിൽ ചിലതിന്റെ വായ്ക്കകത്ത് നിന്ന് സ്തോത്ര ചിലതിനെ പിടിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ചില നിയോഗങ്ങളെ, അതെ, കരഞ്ഞുകൊണ്ടിരിക്കേണ്ട ടൈം കഴിഞ്ഞു പ്രിയ ദൈവമക്കളെ. ഇനി ദൈവ പൈതൽ കരയേണ്ട ടൈമല്ല. ദൈവ പൈതൽ ആത്മമണ്ഡലത്തിൽ കയറി യുദ്ധം ചെയ്യേണ്ടതാ സ്തോത്ര. അതെ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ചിലതിനെ പിടിച്ചുകൊണ്ട് പോയി കാണുമായിരിക്കാം. നിങ്ങളുടെ തലമുറകൾ വിശ്വാസത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയി അനുഭവം കാണുമായിരിക്കാം. നിങ്ങളുടെ ആത്മീയ മേഖലയ്ക്കകത്തുനിന്ന് കൂടെ കൈത്താങ്ങി നിന്ന് ചിലതിനെ പിടിച്ചുകൊണ്ട് പോയ അനുഭവങ്ങൾ കാണുമായിരിക്കാം. അയ്യോ, ഒന്നല്ലേ പോയത്, പോകട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കല്ല. പ്രയോജനമുള്ളതിനെ പ്രയോജനരഹിതമാക്കി തീർക്കുക. ശത്രു വന്ന് പലതിനെ പിടിച്ചുകൊണ്ട് പോകുമ്പോ ഈ രാത്രികാല പരിശുദ്ധാത്മ പറയുന്നു, ആത്മനിയോഗത്തോടു കൂടി നീ ചിലതിന്റെ മുമ്പിൽ ചെല്ലുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ എന്റെ ദൈവത്താൽ പടക്കൂട്ടത്തിന് നേരെ പാഞ്ചല, എന്റെ ദൈവത്താൽ നിങ്ങൾ മതി ചാടിക്കടന്നുകൊണ്ട് ചിലതിനെ പിടിച്ചു കൊണ്ടുവരുവാനുള്ള ശക്തി ദൈവത്താലും. കൂട്ടത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയ ചിലതിനെ രാത്രികാലം ചിന്തിക്ക. നിങ്ങളുടെ അടുക്കൽ ചിലതിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പ്രിയതേ മക്കൾ, അതിനെ ചിതറിച്ചു കളയേണ്ടതല്ല, അതിന്റെ കണക്കുടേവന്റെ മുമ്പിൽ ഏൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. ശുശ്രൂഷ ചെയ്യുന്ന ആരോടോ പരിശുദ്ധാത്മാവ് ഈ രാത്രികാലം വിളിച്ചു പറയുക, സ്തോത്രം, നിന്നെ വിശ്വസിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ച വിടുതൽ ലഭിക്കും, നിങ്ങളുടെ കൂടെ നിന്ന് കുടുംബം രക്ഷിക്കപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് എന്റെ ഉടയവൻ ചിലതിനെ ഏൽപ്പിച്ചു എങ്കിൽ, ശത്രു ചിലതിനെ പിടിച്ചു കൊണ്ടുപോയെങ്കിൽ പരിശുദ്ധാത്മ ഈ രാത്രികാലം പറയുന്നു, പോയത് പോകട്ടെ എന്ന് പറഞ്ഞിരിക്കാതെ നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ ചിലതിനെ ദൈവം അവരെ മടക്കിക്കൊണ്ട് വരും. ഹല്ലേലൂയ. പിടിച്ചെടുക്കുവാനുള്ള ശക്തിയെ ദൈവം തരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ആ ഭാഗത്തിലേക്ക് കടന്നു വരട്ടെ. സംഖ്യാപുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ സ്തോത്ര, കൂട്ടത്തിൽ അഹരോന്റെ വടിയും ഉണ്ടായിരുന്നു. മോശ വടികളെ സാക്ഷ്യകൂടാരത്തിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ചു. പിറ്റേന്നാൾ മോശ സാക്ഷ്യകൂടാരത്തിൽ കടന്നപ്പോ ലേവി ഗൃഹത്തിലുള്ള അഹരോന്റെ വടി തളർത്തിരിക്കുന്നത് കണ്ടു. അത് തളർത്തു, പൂത്തു, ബദാം ഫലം കാച്ചു. പ്രിയതേ മക്കളെ, വർഷങ്ങൾ കൊണ്ട് നടക്കേണ്ട ഒരു പ്രോസസ്സ് മനുഷ്യരാൽ അസാധ്യമാണ്. ആ മനുഷ്യർ എത്ര തന്നെ ശ്രമിച്ചു കഴിഞ്ഞാലും, അതാണ് ആ വായിച്ച ഭാഗത്തിൽ കാണുന്നത്, മനുഷ്യർക്ക് അസാധ്യം എങ്കിലും ദൈവത്തിന് സകലതും സാധ്യം. ഇവിടെ മനുഷ്യർക്ക് അസാധ്യമാണ്. അഹരോന്റെ വടി ഏതെന്ന് കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. കൂട്ടത്തിലായിരിക്കുന്നത്. ഒറ്റ രാത്രി കൊണ്ട് തളർക്കുക, പൂക്കുക, ഫലം കായ്ക്കുക എന്ന് പറയുന്നത് ഒരു മാനുഷികമായ രീതി. ഇപ്പൊ നമുക്കറിയാം സ്തോത്രം, ഒത്തിരി പല കെമിക്കലൊക്കെ ചേർത്ത് സീഡ്സുകളൊക്കെ മുളപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നാലോ, എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഒരു മാനുഷികമായ രീതി നോക്കിക്കഴിഞ്ഞാലോ, അല്ലെങ്കിൽ സ്തോത്രം ഏതൊരു പ്രവൃത്തിയിൽ നോക്കിക്കഴിഞ്ഞാലോ ഒരിക്കലും ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കാൻ കഴിയത്തില്ല. പക്ഷേ എന്റെ കർത്താവ് ദൈവം തമ്പുരാൻ എന്ത് ചെയ്തു? ഒറ്റ രാത്രി കൊണ്ട് എന്ത് ചെയ്യുന്നു? ആ വടി തളർത്തു, പൂത്തു, ബദാം ഫലം കാച്ചിരിക്കുന്നത് ആർക്ക് കാണുവാനായിട്ട് കഴിഞ്ഞോ? അതേ സ്തോത്രം, അതേ സ്തോത്രം, മോശയ്ക്ക് കാണുവാൻ ദൈവം ഇടയാക്കി തീർത്തുവെക്കൽ. പ്രിയ ദൈവമക്കളെ, നിന്നിൽ നിന്ന് തളർപ്പ് വരികയല്ല, നിന്നിൽ നിന്ന് പൂവുണ്ടാകത്തില്ല, നിന്നിൽ നിന്ന് ഫലം കായ്ക്കത്തില്ല എന്ന് പറഞ്ഞ് കൂട്ടത്തോടെ ചിലർ നിന്നെ ഇട്ടിരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, കൂട്ടത്തിൽ നിന്നൊരു തിരഞ്ഞെടുപ്പ്. അതേ സ്തോത്ര, ലേവി ഗൃഹത്തിലുള്ള അഹരോനെ തെളിയിക്കുക എന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ദൈവം അത് ചെയ്യുവാനിടയായി തീർന്നു. തുടർന്നുള്ള ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നു, യഹോവ മോശയുടെ അഹരോന്റെ വടി മത്സരികൾക്ക് ഒരു അടയാളമായി സൂക്ഷിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തു. ഈ രാത്രികാലം ഞാൻ പറയട്ടെ, ചില മത്സരികൾക്ക് നീ ഒരിക്കലും തളർക്കത്തില്ല, നീ ഒരിക്കലും പൂക്കത്തില്ല, നീ ഒരിക്കലും ഫലം കായ്ക്കത്തില്ല എന്ന് പറഞ്ഞ ചില മത്സര ഗ്രഹങ്ങൾക്ക്
ദൈവം നിന്നെ ഒരു അടയാളമാക്കി ഒറ്റ രാത്രി കൊണ്ട് മാറ്റുമെന്ന് പറയാൻ എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? പ്രിയ ദൈവമക്കളെ, നിന്റെ മേൽ ഒരു എൻകൗണ്ടർ വെളിപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ ശുശ്രൂഷയുടെ തലം മാറും, നിന്റെ പ്രവചനത്തിന്റെ തലം മാറും, നിന്റെ ഫലം പുറത്തു വരുവാനായിട്ട് ഇടയായിത്തീരും. ഇതിനകത്ത് ആരോടൊക്കെ പരിശുദ്ധാത്മ പറയുന്നു, ഫലമുള്ള ചിലതിനെ കൂട്ടത്തിനകത്ത് വച്ചിട്ട്, അതേ സ്തോത്രം, ഇവിടെ കൊണ്ട് ഒതുങ്ങിയാൽ മതി, നിന്റെ ശബ്ദം പുറത്തു വരണ്ട, അതേ സ്തോത്രം, നിന്റെ പ്രവചനം പുറത്തു വരണ്ട, നിന്റെ ദർശനം പുറത്തു വരണ്ട എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ചില അനുഭവങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മ വിളിച്ചു പറയുന്നു, ദൈവം തിരഞ്ഞെടുത്തതിനെ ദൈവം പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. മത്സര ഗ്രഹങ്ങൾക്ക് ഒരു അടയാളമാക്കി ദൈവം തമ്മിലെ മാറ്റുവാനായിട്ട് ഇടയായിത്തീരും. ഈ രാത്രിക്കാലം പ്രിയ ദൈവമക്കളെ, അസാധ്യങ്ങൾ സാധ്യമാക്കുന്ന രാത്രിക്കാലം അത്രേ. അതേ, അസാധ്യങ്ങൾ സാധ്യമാക്കുന്ന രാത്രിക്കാലം അത്രേ. അസാധ്യമെന്ന് പറഞ്ഞ് ഹല്ലേലൂയ, അതേ സ്തോത്രം, ഹല്ലേലൂയ, നിങ്ങളുടെ ശുശ്രൂഷയെ പറ്റി ദൂതുകൾ പറയുമ്പോ ഈ എന്റെ മേൽ നടക്കാൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തള്ളിക്കളയുന്നുണ്ടായിരിക്കാം. പക്ഷെ ഈ രാത്രിക്കാലം ഞാൻ പറയട്ടെ, അതേ, അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന സർവശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ കരം ഈ രാത്രികാല ചിലതിനകത്തുനിന്ന് തിരഞ്ഞെടുപ്പിക്കൂടെ ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോക്കിയ സ്തോത്രം. നിങ്ങളെ ഒരു അത്ഭുത വിഷയമാക്കി ദൈവം അവരെ മാറ്റുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. നിങ്ങളെ ദൈവം അനേക പേർക്ക് ഒരു അടയാളമാക്കി ദൈവം മാറ്റുവാനായിട്ട് ഇടയായിത്തീരും. എന്റെ ദൈവത്തിന് അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല. പ്രിയ ദൈവമക്കളെ, നാം വിശ്വസിക്കുവാൻ തയ്യാറാക്കുന്നവർക്ക് കേട്ട ദൈവ ശബ്ദത്തിന്റെ മുമ്പാക്കി സ്തോത്രം. നമ്മൾ ഒരു സ്തോത്രം മറിയ പറഞ്ഞതുപോലെ സ്തോത്രം, ഹല്ലേലൂയ, കർത്താവിന്റെ ദാസി, ഹല്ലേലൂയ, അവിടെ നമുക്ക് കാണുന്നു. ആ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് വേഗത്തിൽ കടന്നു വരട്ടെ. അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിന്റെ ദൂതൻ വന്ന് മറിയത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ, നിനക്കൊരു മകൻ ജനിക്കും എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തിൽ മറിയ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയാൻ ഇത് എങ്ങനെ സംഭവിക്കും? പ്രിയ ദൈവമക്കളെ, സ്തോത്രം, നമ്മുടെ ഒരു ദൂത് കേൾക്കുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങളും സാധ്യതകളും എന്തെങ്കിലും ഉണ്ടോ എന്നാ നമ്മൾ നോക്കും. നമ്മൾ സാധ്യതകളിലേക്ക് പോകാതെ പറഞ്ഞ ദൈവത്തിങ്കിലേക്ക് നോക്കണം. മരിച്ചതിനെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന സർവശക്തനായ ദൈവമാണ് നിന്നോട് പറഞ്ഞതെന്നുള്ളൊരു ബോധ്യമാ നമ്മുടെ ജീവിതത്തിൽ വരേണ്ടത്. അതിനവിടെ ദൂതൻ പറയുന്ന ഒരു കാര്യമുണ്ട്, പരിശുദ്ധാത്മ നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ നേരിടും. അങ്ങനെയെങ്കിൽ അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന അരിമ രക്ഷകന്റെ സാന്നിധ്യം മരിച്ചവരുടെ ഇടയിൽ നിന്ന് കർത്താവിനെ ഉയർപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുക അസാധ്യമായിരുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തി കാണുവാൻ സാധിക്കുന്നു. മരണം കൊണ്ട് ഇവനെ ഒതുക്കാം, മരണം കൊണ്ട് ഇവന്റെ എല്ലാം തീർക്കാമെന്ന് ലോകം വിധി എഴുതിയപ്പോ മരണത്തിന് അവനെ പിടിച്ചു വയ്ക്കാൻ കഴിയാത്തവണ്ണം, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിശ്വമുള്ളവിടെ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മരണത്തെയും പാതാളത്തെയും ജയിച്ചുകൊണ്ട് റോമ പൗരോഹിത്യത്തിന്റെ മുദ്രയെ പൊട്ടിച്ചുകൊണ്ട് പുറത്തു വന്ന അരിമരക്ഷകന്റെ ശക്തി, ആ പുനരുത്ഥാനത്തിന്റെ ശക്തി നിന്റെ മേൽ ചലിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രിയ ദൈവമക്കളെ, നിന്റെ മുമ്പിൽ ഒന്നും അസാധ്യമായി തീരുകയില്ല. സ്തോത്രം, ഹല്ലേലൂയ. രാത്രിക്കാൽ പലതും നമുക്ക് അസാധ്യമായി തീരുന്നത് സ്തോത്ര ആ ദൈവത്തെ നമ്മൾ പരിമിതി വെച്ച് കാണുന്നത് കൊണ്ടാ, ദൈവത്തിന് ചില വിലക്കുകൾ കൽപ്പിക്കുന്നത് കൊണ്ടാ. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കടന്നു വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നു, യഹോവയാ ദൈവം ജോസഫിന്റെ കൂടെ ഇരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. കൂടെ ഇരിക്കുവാൻ ഇടയായി തീർന്നപ്പോൾ അവന്റെ കൈയുടെ പ്രവൃത്തികളൊക്കെ സാധിക്കുന്നു എന്ന് യജമാനൻ കണ്ടു. ഈ രാത്രിക്കാലം ഞാൻ പറയട്ടെ, സ്തോത്രം, ഞാൻ പോകുന്നത് പ്രയോജനം, മറ്റൊരു കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരുമെന്ന് പറഞ്ഞു. ആ കാര്യസ്ഥനായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഒരു പൂർണ്ണ നിറവിലേക്ക് ഞാൻ നിങ്ങൾ കടക്കുവാൻ തയ്യാറായ ആ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പ്രവർത്തിക്കേണ്ടതിന് വേണ്ടി നാം പിടിച്ചു വയ്ക്കാതെ ആ പരിശുദ്ധാത്മാവിനോട് പ്രവർത്തനം ചലിക്കുവാനായിട്ട് തയ്യാറായ പ്രിയതേ മക്കളെ, നമ്മുടെ മുമ്പിൽ അസാധ്യങ്ങളൊന്നും നിൽക്കത്തില്ല. എല്ലാം സാധ്യമായി തീരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. പലപ്പോഴും നാം പരിമിതികൾ വയ്ക്കാറുണ്ട്, വിലക്കുകൾ കൽപ്പിക്കാറുണ്ട്. സ്തോത്രം. ആവശ്യത്തിന് മാത്രം സ്തോത്രം നാം പരിശുദ്ധാത്മാവിനെ കർത്താവിനെ കൂട്ടുപിടിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ ഉടനീളം സ്തോത്രം, നമ്മുടെ ദിനജീവിത രാത്രി സ്തോത്ര സമയങ്ങളിൽ നാം ഒറ്റയ്ക്കിരിക്കുമ്പോ ആ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുമ്പോ ആ പരിശുദ്ധാത്മാവിന് നമ്മളിൽ മൂവ് ചെയ്യേണ്ടതിന് വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ വിട്ടുകൊടുക്കണം. സ്തോത്രം. ഇരുളിന്റെ പ്രവൃത്തികൾ കടന്നു വരാതെ അതേ വെളിച്ചമാകുന്നവൻ നമ്മോട് കൂടെ ഇരിക്കുമ്പോ സ്തോത്രം, ആ വെളിച്ചമാകുന്നവന്റെ ശക്തി കീഴിൽ ഞാനും നിങ്ങൾ ഇരിക്കുവാനായിട്ട് ഇടയായി തീരണം.
ഇവിടെ മറിയ എടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, പരിശുദ്ധാത്മാ നിന്റെ മേൽ വരും. ഈ രാത്രിക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ഈ പരിശുദ്ധാത്മാ നിന്റെ മേൽ വന്നു കഴിഞ്ഞാൽ നിന്റെ മേൽ അസാധ്യങ്ങളെ സാധ്യമാക്കുവാനായിട്ട് ഇടയായിത്തീരും. എന്നിട്ട് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, അവിടെ കൊണ്ട് തീർന്നില്ല, ഒരു ഉറപ്പിക്കലിന് വേണ്ടി സ്തോത്രം കർത്താവിന്റെ ദൂതൻ മറിയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് അസാധ്യമാണ്. പക്ഷെ പരിശുദ്ധാത്മാവനാ. ആ പരിശുദ്ധാത്മാവിനാലാണ് മറിയ ചെന്ന് വന്ദനം ചെയ്തപ്പോ അവിടെ ഉള്ളിൽ കിടന്ന ഉദരഫലം തുള്ളുവാനായിട്ട് ഇടയായിത്തീർന്നത്. അങ്ങനെ പ്രിയ ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ചലിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിന്നെ സാധാരണക്കാരിൽ നിന്ന് അസാധാരണമായ രീതിയെ ദൈവം നിന്നെ ഉപയോഗിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്ര, നിന്റെ മുമ്പിലുള്ള പരിമിതികൾ മാറുവാനായിട്ട് ഇടയായിത്തീരാ. നീ ആ പരിശുദ്ധാത്മാവിടെ മറിയയുടെ മേൽ പരിശുദ്ധാത്മാവ് ജനിച്ചു അവളെ ഗർഭത്തിൽ പൈതലുമായിട്ട് എലിസബത്തിന്റെ അടുക്കിലേക്ക് ചെന്നപ്പോ കാണുവാൻ സാധിക്കുന്നു, അവളെ ഉദരത്തിൽ കിടന്ന് കുഞ്ഞു തുള്ളാൻ തുടങ്ങി. ഈ രാത്രിക്കാലം ഞാൻ പറയട്ടെ, നിന്നെ പരിമിതികൾ ഇട്ട് മാറ്റി നിർത്തുമ്പോ നീ ആത്മാഭിഷേകം പ്രാപിച്ചുകൊണ്ട് ചിലത്തേക്ക് ചെല്ലുമ്പോ ചിലതൊക്കെ അറിയുവാനായിട്ട് ഇടയായിത്തീരാ. നിന്നിൽ പകർന്നിരിക്കുന്ന ജീവജല നദി അത് ഒഴുകുവാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ. ചിലതൊക്കെ തുള്ളും, ചിലതിനൊക്കെ അനക്കം സംഭവിക്കുക, ചിലതൊക്കെ തിരിച്ചറിയുവാനായിട്ട് ഇടയായിത്തീരും. എലിസബത്ത് തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, ഈ രാത്രിക്കാലം ചില തിരിച്ചറിയത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു ചലനം ഈ രാത്രിക്കാലം ഇതിനൊക്കെ തിരിക്കുന്നവരുടെ പരിശുദ്ധാത്മ പകർന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. നിങ്ങളുടെ പരിമിതികളെ മാറ്റിക്കൊണ്ട്, നിങ്ങളുടെ കഴിവുകളെ മാറ്റിക്കൊണ്ട് ദൈവത്തിന്റെ അസാധാരണമായ പ്രവൃത്തിയെ ഈ രാത്രിക്കാലം പരിശുദ്ധാത്മാ നിങ്ങളുടെ മേൽ വെളിപ്പെടുത്തുന്ന രാത്രികാലം അത്രേ. സ്തോത്ര. ഹല്ലേലൂയ. ഈ രാത്രികാലം നീ വിശ്വസിക്കുവാൻ തയ്യാറാക്കുക, അതങ്ങനെ തന്നെ സംഭവിക്കുവാനായിട്ട് ഇടയായിത്തീരാ. വേഗത്തിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. നമുക്ക് തിരുവചനത്തുടനീളം നോക്കുമ്പോൾ അസാധ്യങ്ങളെ സാധ്യമായി തീർന്നു. ഇസ്രായേൽ ജനം സ്തോത്രം മിസ്രൈമിലേക്ക് സ്തോത്ര യാത്ര ചെയ്ത് വരുന്ന സാഹചര്യത്തിൽ അവരുടെ മുമ്പേ ചെങ്കടൽ കടന്നു വരുവാനായിട്ട് ഇടയെത്തുന്നു. പക്ഷേ ആ ചെങ്കടലിനെ ഒറ്റ രാത്രി കൊണ്ട് പ്രിയതേ മക്കളെ ഒരു കടലിനെ വറ്റിക്കുക അല്ലെങ്കിൽ രണ്ടാക്കി മാറ്റുക എന്ന് പറഞ്ഞ ഒരു മാനുഷികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത ഒരു കാര്യം അത്രേ. പക്ഷേ തന്റെ മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് അവിടെ അടിച്ചു ആ കടലിനെ ചെങ്കടലിനെ രണ്ടാക്കി മാറ്റിയിട്ട് സ്വർഗത്തിലെ ദൈവം ഇസ്രായേൽ ജനതയെ വഴി നടത്തുവാനായിട്ട് ഇടയായി തീർന്നുവെക്ക്. നിന്റെ ജീവിതത്തിലെ അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുവാൻ ഒരു കാറ്റ് മതി. സ്തോത്ര. ഹല്ലേലൂയ. ഈ രാത്രികാലം സ്തോത്ര നിന്റെ ജീവിതത്തിനകത്ത് അങ്ങനെ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുമെന്ന് വിശ്വസിക്കുക. സ്തോത്രം. ചെങ്കടലിനെ രണ്ടായിട്ട് ബാധിച്ചു കൊടുത്തതായ ദൈവം, ഇസ്രായേൽ ജനതയ്ക്ക് വാഗ്ദത്തത്തിലേക്കുള്ള വഴിയെ തുറന്നു കൊടുത്തതായ ദൈവം. ഹല്ലേലൂയ. അഹരോന്റെ വടി ഒറ്റ രാത്രി കൊണ്ട് സ്തോത്രം തളുത്തു പൂത്തു ബദാഫലം കായ്ക്കുവാനായിട്ട് ഇടയായി തീർന്നുവെക്കേ. രാത്രിക്ക് നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഒറ്റ രാത്രി കൊണ്ടൊക്കെ പല വിടുതലുകളാ നടക്കുവാൻ സാധിച്ചത് കാണാൻ സാധിക്കുന്നു. മൊർദെഖായിയുടെ അവസ്ഥകൾക്ക് ഒറ്റ രാത്രി കൊണ്ട് എന്താ ഹാമാൻ രാത്രി എഴുതി വെച്ചോണ്ടിരിക്കുക, ഇന്ന രീതിയിൽ ഇവനെ നശിപ്പിച്ചു കളയണം. പക്ഷെ ഒറ്റ രാത്രി രാജാവിന്റെ ഉറക്കത്തേക്ക് എടുത്തിക്കൊണ്ട് മൊർദെഖായി അതിനകത്തേക്ക് കയറ്റാനിടയാക്കി തീർത്തുവെക്കൽ. പ്രിയതേ മക്കളെ, ഇന്ന് ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെ പരിശുദ്ധാത്മ പറയുന്നു, ഈ രാത്രി നിർണായക രാത്രി അത്രേ. നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്ന രാത്രികാലം അത്രേ. ഹല്ലേലൂയ. നിന്നെ ഒതുക്കിയ മേഖലയ്ക്കകത്ത് നിന്ന് നിന്റെ വാഗ്ദത്തത്തിലേക്ക് കയറാൻ കഴിയാതിരുന്ന, നിന്നെ തടഞ്ഞിട്ട മേഖലയ്ക്കകത്തുനിന്ന് പരിശുദ്ധാത്മ നിന്നെ തിരഞ്ഞെടുത്ത് പുറത്തെടുക്കാൻ പോകിയ, തിരഞ്ഞെടുത്തത് ദൈവമെന്ന് ദൈവം തെളിയിക്കാൻ പോകിയ. സ്തോത്ര. അങ്ങനെ തന്നെ പരിശുദ്ധാത്മ പറയുന്ന സ്തോത്ര. അതെ, തിരഞ്ഞെടുക്കപ്പെട്ട ചിലർ ഇതിനകത്തുണ്ട്. പക്ഷെ ആരും അറിയാതെ കൂട്ടത്തോട് കിടക്കുമ്പോ പരിശുദ്ധാത്മ പറയുന്നു, നിന്നെ പുറത്തെടുക്കുന്ന സമയം അത്രേ. ഹല്ലേലൂയ. ചിലരുടെ മുമ്പാകെ തെളിയിക്കുവാൻ ദൈവത്തിന് ടൈമായെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഈ രാത്രിക്കാലം ഇടപെടുകയാ. സ്തോത്രം. പ്രിയതേ മക്കളെ, ഈ രാത്രിക്കാലം നാം വിശ്വസിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? നമ്മുടെ ജീവിതത്തിന്റെ ലൈഫിനെ മാറ്റുവാൻ കഴിയുന്ന അതേ സ്തോത്ര കർത്താവിന്റെ കരങ്ങളിലേക്ക്. മനുഷ്യൻ പറയും അസാധ്യം, തീർന്നു, ഇവിടെ കൊണ്ട് തീർന്നു, കഴിഞ്ഞു പോയി, ഇനി സ്തോത്രം ഒന്നും നോക്കണ്ട, ഇനി നിങ്ങൾ അതിന് വേണ്ടിയേ സ്തോത്ര സ്റ്റെപ്പ് വെക്കണ്ട. പക്ഷെ എന്റെ കർത്താവിന് പറയാനായിട്ടുള്ളത്, യഹോവയ്ക്ക് കഴിയാത്ത ഒന്നുമില്ല, എന്റെ ദൈവത്തിന് കഴിയാത്തതായിട്ടുള്ളതും ഒന്നുമില്ല.
ആരാഞ്ഞു കൂടാത്ത വൻ കാര്യങ്ങളെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവമത്രേ നമുക്കുള്ളത്. സ്തോത്ര ഹല്ലേലൂയ. ആനിത എന്ന് പറഞ്ഞ പ്രിയ സഹോദരിയോട് ഈ രാത്രിക്കാലം പരിശുദ്ധാത്മ പറയുന്നു, ചില അസാധ്യമായ മേഖലയെ നോക്കി കരഞ്ഞുകൊണ്ടിരുന്ന ടൈം മതി. പരിശുദ്ധാത്മ പറയുന്നു, ചില വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണം എന്നതുപോലെ ചില വിഷയത്തിന്റെ മറുപടികൾ മുന്നിൽ തന്ന് ദൈവം നിങ്ങളെ മാനിക്കുവാനായിട്ട് ഇടയത്തിന് ഒരു അസാധാരണമായ ഒരു ദൈവ പ്രവൃത്തി. സ്തോത്ര ഹല്ലേലൂയ. അതെ, ചിലരുടെ മുമ്പ് സാക്ഷി പറയത്തക്ക രീതി, ഇത് യഹോവയാ സംഭവിച്ചു എന്ന് പറയത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പ്രിയ സഹോദരരോട് പറയാൻ പറയുന്നു. അതെ, നിങ്ങൾ മാത്രം നിങ്ങളുടെ വിടുതൽ അനുഭവിക്കാൻ പോകുകയല്ല, ചിലർക്കായിട്ട് വിശ്വസിക്കത്തക്ക രീതിയിൽ ഇത് സംഭവിച്ചുവല്ലോ എന്ന് പറയത്തക്ക രീതിയിൽ ചില പ്രവൃത്തികളെ ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തുക മതിയായ ദൈവം കൂടെയുണ്ട്. ആ കർത്താവ് ഈ രാത്രികാലം നിങ്ങളുടെ മേൽ തൊടുകയാ. സ്തോത്ര ഹല്ലേലൂയ. ചില അനുഭവങ്ങൾക്കകത്ത് പരിശുദ്ധാത്മ വ്യക്തമായി ഇടപെടുന്നു. ചില പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ നടുവേ മറുപടിയില്ല, പല നിന്ദകൾ നിങ്ങൾ കേൾക്കുന്നുണ്ട്. ശ്രീരാത്രിക്കാൽ പരിശുദ്ധാത്മ പറയുന്നു, അതെ, തിരിച്ചു പിടിക്കുന്ന ഒരു ടൈമത്രേ. ചില വാഗ്ദത്തങ്ങളുടെ നിവൃത്തീകരണങ്ങൾ വരും ദിവസങ്ങളിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി തന്ന് തല കുനിച്ചയിടത്ത് തല ഉയർത്തിപ്പിടിപ്പിക്കുമെന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. ഇതേ രാത്രിക്കാലം ദൂത് ഏറ്റെടുത്ത് മടുത്തു പോകാതെ ക്ഷീണിച്ചു പോകാതെ ആ വിഷയത്തെ ഫോക്കസ് ചെയ്ത് കേട്ട ദൈവ ശബ്ദത്തിന്റെ മുമ്പാകെ എന്നോട് ദൈവാത്മാവ് ഈ ഭാഗം പറഞ്ഞ് ഉറപ്പിക്കുവാനായിട്ട് പറയുന്നുണ്ട്. ലാസർ ദീനമായി കിടക്കുന്നുവെന്ന് സഹോദരിമാർ യേശുവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, ഈ ദീനം മരണത്തിനായിട്ടല്ല. കർത്താവ് ലാസർ മരിച്ചു, 4 നാൾ കഴിഞ്ഞു ഭവനത്തിൽ വന്നപ്പോഴും യേശു കർത്താവ് പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ, നീ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം വേണം. ഈ രാത്രികാലം പറഞ്ഞു, ചില വിഷയത്തിനകത്ത് കേട്ട ദൈവ ശബ്ദത്തെ ഈ രാത്രികാലം മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു കൊള്ളുക. ദൈവം നിന്നെ മാനിക്കുവാനായിട്ടിടയത്തീരും. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യുവാനായിട്ടിടയായിത്തീരും. പ്രിയ ദൈവമക്കളെ, ഈ രാത്രികാലം സ്തോത്രം ഞാൻ പറയട്ടെ. സ്തോത്രം ഒരു കാര്യം കൂടെ വേഗത്തിൽ ഞാൻ പറയട്ടെ. സ്തോത്രം ഹല്ലേലൂയ. നാം ഒരു വിഷയത്തിനകത്ത് ഭാരത്തോടെ ഇരിക്കുമ്പോ പ്രിയ ദൈവമക്കളെ, കർത്താവ് നമ്മോട് പറയുന്ന ആ ഒരു ശബ്ദം ഒരിക്കലും ചേഞ്ച് ആകത്തില്ല. ആ വാക്കിനെ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യണം. സാധ്യതകളെല്ലാം മങ്ങിപ്പോകും, സാധ്യതകളെല്ലാം അടഞ്ഞു പോകും. പക്ഷേ നാം കേട്ട ആ ദൈവ ശബ്ദം, അതിനകത്ത് തന്നെ ഞാനും നിങ്ങൾ ഫോക്കസ് ചെയ്ത് അതിനകത്ത് നിൽക്കുമ്പോഴാണ് സ്തോത്രം ദൈവ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് ഇടയായിത്തീരുന്ന സ്തോത്രം. അതേ സ്തോത്രം, ഈ രാത്രികാലം സ്തോത്രം അങ്ങനെ ഈ രാത്രികാലം അസാധാരണമായ ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി കർത്താവ് നമ്മെ ഉപയോഗിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഇന്ദു സിസ്റ്ററെ, പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ പറയുന്നു, മത്സര ഗ്രഹങ്ങൾക്ക് ഒരു അടയാളമായി ദൈവം ഈ ദിവസങ്ങളെ പുറത്തെടുക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. സ്തോത്ര ഹല്ലേലൂയ. അതെ, തിരഞ്ഞെടുപ്പിനകത്ത് ഉള്ളതാ. പക്ഷേ എവിടെയൊക്കെയോ സ്തോത്ര ഹല്ലേലൂയ മങ്ങിയും താണും ഇരിക്കുമ്പോ പരിശുദ്ധാത്മാ എന്നോട് പറയുന്നു, നിന്നെ ചിലരുടെ മുമ്പാകെ ദൈവത്തിന് മാനിക്കാനായിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ശക്തി ആർജിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, ഇത് ഇവളാണല്ലോ, ഇങ്ങനെ ആയിരുന്നവളാണല്ലോ, ഇപ്പോൾ ഇത് കണ്ടില്ലേ എന്ന് പറയത്തക്ക രീതിയിൽ ചില മാന്യതയുടെ പദവികളെ, ചില മാന്യതയുടെ പൊസിഷനുകളെ പരിശുദ്ധാത്മ പറയുന്നു, ഒരു മനുഷ്യനെ ചെന്നെത്തിക്കുവാൻ ഒരു മനുഷ്യൻ ചെന്ന് ഇല്ലെങ്കിൽ നിങ്ങളെ ഉയർത്തിക്കഴിഞ്ഞാൽ ഉയർത്തുന്നതിന് ഒരു പരിമിതിയുണ്ട്. ആ പരിമിതികൾക്ക് അപ്പുറമായിട്ടുള്ള ഒരു ഉയർച്ചയുടെ പടവിനെ പരിശുദ്ധാത്മ നിങ്ങൾക്ക് വേണ്ടി തുറക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തെ ഈ രാത്രിക്കാലം അതിനായിട്ടുള്ള ഒരാത്മാവിന്റെ ശക്തിയെ സ്തോത്രം ഈ രാത്രിക്കാലം പ്രിയ സഹോദരന്റെ മേൽ പരിശുദ്ധാത്മ രാത്രിക്കാലം പകരുകയാ. സ്തോത്രം ഹല്ലേലൂയ. നിങ്ങൾ സാധാരണക്കാരല്ല എന്ന് ലോകത്തിന്റെ മുമ്പാകെ ദൈവം തെളിയിച്ചു പുറത്തെടുക്കുമെന്ന് പരിശുദ്ധാത്മ രാത്രിക്കാലം ദൂത് ഇടപെടുകയാ. സ്തോത്രം ഹല്ലേലൂയ.
പ്രിയ ലീന സിസ്റ്ററേക്കാർ പരിശുദ്ധാത്മാവിനോട് പറയുന്ന സ്തോത്ര, അതെ, നിങ്ങളുടെ മേൽ കിടക്കുന്ന ചില വാക്തത്വങ്ങൾ നിറവേറുന്ന ഒരു ടൈം എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയ. വാക്തത്വത്തിന്റെ മേൽ മണ്ണിട്ട് മൂടുന്നത് പോലെ മാനുഷികമായിട്ട് മൂടിയ ചില വാക്കുകളെ ഈ രാത്രിക്കാലം പരിശുദ്ധാത്മാവ് കാര്യമാക്കാതെ ആ വാക്തത്വത്തിന്റെ ഉയർപ്പ്, ഹല്ലേലൂയ, യായിറോസിന്റെ കുഞ്ഞിനെ പറ്റി കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. കുട്ടി മരിച്ചിട്ടില്ല. ഈ രാത്രിക്കാലം പ്രിയ സഹോദരിയോട് പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ വാക്തത്വം നഷ്ടപ്പെട്ടു പോയിട്ടില്ല, നിന്റെ വാക്തത്വം കൈവിട്ടു പോയിട്ടില്ല. നിന്റെ മേൽ കിടക്കുന്ന ദൈവിക വാക്തത്വങ്ങൾ നിറവേറപ്പെടുന്ന ഒരു ടൈം അത്രേ. സ്തോത്രം, ഹല്ലേലൂയ. ചില വിടുതലുകൾ, ചില വാക്തത്വങ്ങൾ ഈ രാത്രിക്കാൽ പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വെളിപ്പെടുത്തുകയാ. സ്തോത്ര, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു അസാധാരണമായ ഒരു ദൈവിക സാന്നിധ്യത്തെ ഈ രാത്രിക്കാലം പകരിക്കുക. അയ്യോ, കഴിഞ്ഞു പോയി, ഇനി ആ വാക്തത്വങ്ങളൊന്നും നടക്കത്തില്ല എന്ന് പറയുമ്പോ വർഷങ്ങളുടെ പിന്നാലെ, വർഷങ്ങളുടെ മുമ്പോട്ട് പോയി നോക്കുക. ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. എഴുതി വെച്ച ഡയറി എടുത്തു വെച്ചുകൊണ്ട് ഈ രാത്രിക്കാലം മുതൽ നീ കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങ്. ചില മണിക്കൂറുകൾക്കകത്ത് സംഭവിക്കുന്നത് പോലെ ചില വാക്തത്വങ്ങളുടെ നിവർത്തീകരണങ്ങൾ പരിശുദ്ധാത്മാ നിങ്ങളുടെ മേൽ വെളിപ്പെടുത്തി തന്ന് ദൈവം നിങ്ങളെ മാനിക്കുമെന്ന് രാത്രിക്കാലം ദൂതിടപെടുകയാ. സ്തോത്രം, ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന അരിമരക്ഷകൻ. അത് ഈ രാത്രിക്കാലം അസാധാരണമായ രീതിയിൽ തന്നെ, സ്തോത്ര, ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രവൃത്തിയെ പരിശുദ്ധാത്മാ വെളിപ്പെടുത്തും. നാം, സ്തോത്രം, ദൈവകരങ്ങളിലേക്ക് നമ്മെ വിട്ടുകൊടുക്കുക. സ്തോത്ര, ഹല്ലേലൂയ. അവിടെയാ, ഹല്ലേലൂയ, മറിയ പറഞ്ഞതുപോലെ, ഞാൻ കർത്താവിന്റെ ദാസിയെ അങ്ങയുടെ ഹിതം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് ഇടയായിത്തീരുമ്പോ ദൈവപ്രവൃത്തികൾ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരാ. ആ റോബി ജോർജ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ കുടുംബത്തോട് പരിശുദ്ധാത്മാവ് ഇടപെടുക. സ്തോത്ര, തലമുറയുടെ വിഷയങ്ങളുടെ അകത്ത് ചില ദൈവിക പ്രവർത്തികൾ, ഹല്ലേലൂയ, നിങ്ങളെ കണ്ണുകൊണ്ട് കാണാത്തതുപോലെ, സ്തോത്ര, നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പറ്റാത്തതുപോലെ ചില ദൈവിക പ്രവർത്തികൾ നിങ്ങളുടെ തലമുറയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. സ്തോത്രം, ഹല്ലേലൂയ. അതെ, നിങ്ങൾ കാണുന്ന ഒരു, സ്തോത്രം, ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷനാ. പക്ഷേ പരിശുദ്ധാത്മാവ് പറയുന്നു, ഫ്യൂച്ചറിനെ എഴുതിയതായ ദൈവം നിങ്ങളുടെ ദൃഷ്ടികൾക്കപ്പുറമായിട്ട്, നിങ്ങളുടെ കഴിവുകൾക്കപ്പുറമായിട്ട് ചില പ്രവൃത്തികളെ ദൈവം തലമുറയ്ക്ക് വേണ്ടി വെളിപ്പെടുത്തി തന്ന് ദൈവം മാനിക്കുമെന്ന് ഈ രാത്രിക്കാലം പരിശുദ്ധാത്മ ദൂത് ഇടപെടുകയാ. സ്തോത്ര, ഈ ദിവസങ്ങൾ പ്രത്യേകം ചില വിഷയങ്ങൾക്ക് വേണ്ടി, തലമുറയുടെ ബന്ധപ്പെട്ട ചില വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളുക. ചില മറുപടികൾ നിങ്ങളുടെ പ്രതീക്ഷകൾക്കപ്പുറമായിട്ട്, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശത്രു ആ വാഗ്ദത്തത്തിലേക്ക് കയറ്റത്തില്ല. അതിനകത്ത് നിന്ന് പറിച്ചുകൊണ്ട് പോകുമെന്ന് ശത്രു വെല്ലുവിളിക്കുമ്പോ പ്രിയ കുടുംബത്തോട് പരിശുദ്ധാത്മാ പറയുന്നു, ചിലതിനകത്ത് നിന്ന്, ചിലതിന്റെ വായ്ക്കകത്ത് നിന്ന് വാഗ്ദത്തത്തെ പിടിച്ചു കൊണ്ടുപോയ ചിലതിന്റെ അകത്ത് നിന്ന് തിരിച്ചു പിടിക്കുവാനായിട്ടുള്ള ഒരു ആത്മശക്തി രാത്രികാലം പ്രിയ കുടുംബത്തിന് മേൽ പകരുകയാണ്. നിങ്ങൾ ചില വാഗ്ദത്തങ്ങൾ പ്രാപിക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പറയുന്ന, സ്തോത്ര, ചില സമയങ്ങൾ വേർതിരിച്ച് ദൈവസന്നിധിയിലിരുന്ന് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളുവാൻ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. തിരിച്ചു മടക്കി തരുന്നവന്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അങ്ങനെ പ്രിയ ദൈവമക്കളെ, രാത്രികാലം നമ്മെ തന്നെ ദൈവകരങ്ങൾ ഏൽപ്പിക്കാം. എന്റെ ടൈം കഴിയുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. രാത്രികാലം നാം വിശ്വസിക്കുക. ഒറ്റ കാര്യം നാം വിശ്വസിച്ച മതി, നമ്മുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന ഒരു രക്ഷകനത്ര. സ്തോത്രം, ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരോട് പരിശുദ്ധാത്മ വ്യക്തമായി പറയാനായിട്ടുള്ളത് ഒന്നല്ലോ, മനുഷ്യർക്ക് അസാധ്യമെങ്കിലും എങ്കിലും അതേ ഫുൾ സ്റ്റോപ്പ് ഇട്ട ചിലതിനെ, ഹല്ലേലൂയ, ഫുൾ സ്റ്റോപ്പിനെ ഇടാതെ വേണം എങ്കിലും എന്ന ചില വാക്കുകൾ എഴുതി ചേർത്തുകൊണ്ട് ദൈവത്താൽ സാധ്യമായെന്ന് പറയത്തക്ക രീതി 2026 ആരംഭ നാളുകളിൽ, സ്തോത്രം, ദൈവത്തിന്റെ പ്രവൃത്തികളെ ദൈവം വെളിപ്പെടുത്തും. 2025 കൂടെ ചില വിഷയങ്ങൾ ഫുൾ സ്റ്റോപ്പ് ഇട്ട ആരോടൊക്കെ പരിശുദ്ധാത്മ പറയുന്നു എങ്കിലും എന്നുള്ള ചില വാക്കുകളെ എഴുതി ചേർത്തുകൊണ്ട് 2026 എന്റെ ദൈവം തമ്പുരാൻ അത് നിറവേറ്റി തരാൻ പോകുക. വാഗ്ദത്തങ്ങളുടെ സമയമത്രേ. അതേ, ശത്രു അപകരിച്ച നന്മകളെ, ശത്രു പിടിച്ചുകൊണ്ടുപോയ ചില വിടുതലുകളെ എന്റെ ദൈവത്തെ സാധ്യമാക്കിക്കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്നു. അങ്ങനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ച ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ സമയത്തിനായി സ്തുതിക്കുന്നു കർത്താവേ. അപ്പൊ മനുഷ്യർക്ക് അസാധ്യമെങ്കിലും
എങ്കിലും യഹോവയെ ദൈവത്തിന് സകലവും സാധ്യമാക്കി തീർക്കുന്ന അരിമരക്ഷകന്റെ കരം ഈ പ്രിയ മക്കൾ കർത്താവേ ഏതെല്ലാം വിഷയത്തിനകത്ത് ദൈവസനെ പ്രാർത്ഥിക്കുന്നുവോ അതിനകത്ത് ഈ രാത്രികാലം മുതൽ സ്വർഗം ചലിക്കട്ടെ. സാധ്യമാക്കുന്ന ദൈവത്തിന്റെ കരം ഹല്ലേലൂയ. ചില ഉളവാകട്ടെ കർത്താവേ, ചില നിർജീവാവസ്ഥകൾ മാറട്ടെ കർത്താവേ, ചില ശൂന്യതകൾ മാറട്ടെ, ചില ബിസിനസ് മേഖലയുടെ ഡ്രൈനെസ്സുകൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ കർത്താവേ. എന്ത് ചെയ്തിട്ടും കൈയുടെ ഫലത്തെ അനുഭവിക്കുവാൻ കഴിയാതോടെ നിഷ്ഫലമാക്കി കളയുന്ന ചില അനുഭവങ്ങളെ ഈ രാത്രികൾ പരിശുദ്ധാത്മ പൊട്ടിക്കുക. ലോകത്തിന്റെ മുമ്പാകെ അപകീർത്തിപ്പെടുത്തി കളയുക. നീ ശൂന്യമാണ്, നീ പരാജയമാണ്, നിന്റെ കുടുംബത്തിനൊരു ഉയർച്ചയില്ല എന്ന അപമാനങ്ങൾ പറഞ്ഞ് ദേശത്ത് നിന്ദിക്കുവാൻ ശത്രു പദ്ധതി ഇടുന്ന ചില മേഖലകളെ രാത്രികാലം ചില കുടുംബങ്ങളുടെ അകത്തുന്ന പരിശുദ്ധാത്മ പൊട്ടിച്ചു മാറ്റുക. ദൈവത്താൽ സാധ്യം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ വചനത്തെ തന്റെ ജനത്തിന്റെ മേൽ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സകലതും ഉളവാക്കട്ടെ, ഇവരഭിവൃദ്ധി പ്രാപിക്കട്ടെ. എന്റെ ജനം എന്റെ നന്മ പ്രാപിക്കുമെന്ന തിരുവചന പ്രകാരം അങ്ങയുടെ നന്മ ഇവർ പ്രാപിക്കട്ടെ. അങ്ങയുടെ അഭിവൃദ്ധി തന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. ബീന സിസ്റ്ററെ കുടുംബത്തെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ദിവസങ്ങളെ സാധാരണമായ രീതിയിൽ അങ്ങേക്ക് വേണ്ടി ദൈവം പ്രയോജനപ്പെടുത്തുന്ന സ്തോത്ര. അവരുടെ ആത്മീയ ഭൗതികമായ സകല പ്രാർത്ഥനാ വിഷയങ്ങളുടെ നടുവില് സ്വർഗത്തിലെ ദൈവത്തിന്റെ തളിർപ്പുകൾ വെളിപ്പെടട്ടെ. അവർ ഫലം പുറത്തു വന്നുകൊണ്ട് അനേകം പേരുടെ മധ്യത്തിൽ കർത്താവേ ആ കുടുംബത്തെ ദൈവം തെളിയിച്ചു മാനിച്ചു നിർത്തുന്ന കൃപയ്ക്കായി സ്തോത്ര. വീണ്ടും ദൈവത്തിന്റെ കൃപയും അനുഗ്രഹത്തെ അധികമായ കുടുംബത്തിന്മേൽ പകരണമേ. ഇത് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്ര. സകല മാനവും മഹത്വവും പുകഴ്ചയും അങ്ങേക്കായി തരുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. മാറാനാഥ.